സൗരഭ്യവാസനയായ യാഗമർപ്പിക്കത്തക്കവണ്ണം ഹോമയാഗവും സമാധാനയോഗവും ഭോജനയാഗവുമായി വിവിധങ്ങളായിട്ടുള്ള യാഗങ്ങൾ അർപ്പിക്കാൻ തക്കവണ്ണം ആട്ടിൻകുട്ടിയെയും കോലാട്ടുകൊട്ടിനെയും പശുക്കിടാങ്ങളെയും നേരിയ മാവും പ്രൈസ് ഗോഡ് എണ്ണയും കുന്തിരിക്കവും എല്ലാമായി ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തിന് അർപ്പിക്കാനുള്ളത് അർപ്പിച്ച ശേഷം അവർ മടങ്ങിപ്പോകും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഈ 12 ഗോത്രങ്ങളിൽ നിന്നുള്ളവര് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ദൈവത്തിന് അർപ്പിക്കാനുള്ളത് അർപ്പിച്ച ശേഷം മടങ്ങിപ്പോകും. പ്രൈസ് ഗോഡ്. പക്ഷെ അവർ മടങ്ങിപ്പോകുന്നത് എല്ലാവരും ഒരുപോലെയല്ല മടങ്ങിപ്പോകുന്നത്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ചിലരെങ്കിലും വന്നതുപോലെയല്ല മടങ്ങിപ്പോകുന്നത്. പ്രൈസ് ഗോഡ്. വേദനയോടെ, ദുഃഖത്തോടെ, നഷ്ടത്തോടെ, നിന്നെ അനുഭവിക്കുന്ന അനുഭവങ്ങളോടെ, പ്രയാസങ്ങളോടെ, പ്രതികൂലങ്ങളോടെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിന്റെ കീഴിൽ വന്ന് എല്ലാവരും മടങ്ങിപ്പോകുമ്പോൾ പ്രയാസത്തിലും പ്രതികൂലത്തിലും കടന്നു വന്ന ചിലർ ഹന്നയെ പോലെ മടങ്ങിപ്പോകും. പ്രൈസ് ഗോഡ്. ജനനം മുതൽ ഹല്ലേലൂയ വിവാഹം കഴിഞ്ഞ നാൾ മുതൽ പ്രൈസ് ഗോഡ് അവളിലുണ്ടായിരുന്ന കുറവിനെ എൻ്റെ ദൈവം മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോകും. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം ദൈവം എടുത്തു മാറ്റുന്നത് നിന്റെ ജനനം മുതൽ നിന്നിലുള്ള കുറവിനെയാണ്. നിന്റെ വിവാഹം മുതൽ നിനക്കുള്ള കുറവിനെയാണ്. നിന്റെ കുടുംബജീവിതം മുതൽ നിനക്കുള്ള കുറവിനെയാണ്. വ്യക്തിപരമായി നിനക്കുള്ള കുറവിനെയാണ്. എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ഹല്ലേലൂയ ഹൃദയം പകരുന്നവർക്ക് ഇന്ന് പ്രൈസ് ഗോഡ് മുഖത്തിന്റെ വാട്ടമില്ലാതെ കടന്നു പോകും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഹന്നയ്ക്ക് പെനിന്നയെ കുറിച്ച് ഇനി ഭാരപ്പെടേണ്ട എന്ന വിധത്തിൽ മടങ്ങിപ്പോകുവാൻ സഹായിച്ച ദൈവം എന്നെ നിന്ദിക്കുന്ന, എന്നെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളുടെ മധ്യേ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഞാൻ സന്തോഷമുള്ള മുഖത്തോടെ, വാട്ടം മാറിയ മുഖത്തോടെ മടങ്ങി ഭവനത്തിലേക്ക് പോകുമെന്ന് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഉറപ്പാക്കിക്കൊണ്ട് വന്നവർക്ക് ഇന്ന് ദൈവത്തിന്റെ കൃപ പിന്നെയും വ്യക്തിപരമായി വ്യാപരിക്കുന്ന ദിവസമാണ്. നിന്റെ ഇടത്തും വലത്തും നോക്കണ്ട, മുൻപിലും പുറകിലും നോക്കണ്ട. നീ നിന്റെ ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെയോ അതനുസരിച്ച് നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുമ്പോൾ നിന്റെ നിന്ന മാറ്റി, നിന്റെ വേദന മാറ്റി, നിന്റെ നഷ്ടം മാറ്റി, നിന്റെ അനുഗ്രഹം പകർന്നു തന്ന് ഉടവല നടത്താൻ കഴിയുള്ള ദൈവത്തെ ഓർത്ത് ഞാൻ ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കുകയാണ്. വ്യക്തിപരമായി ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി വ്യക്തിപരമായി പകരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പലപ്പോഴും പ്രൈസ് ഗോഡ് ഹല്ലേലൂയ പറയാറുള്ള, കൺവെൻഷനിൽ പറയാറുള്ള, മീറ്റിങ്ങിൽ പറയാറുള്ള പ്രൈസ് ഗോഡ് കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിൽ പോലും പറഞ്ഞ പാസ്റ്റർ വി എ തോമസിൻ്റെ ഒരു കൊട്ടേഷൻ ഓർക്കുകയാണ്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. നല്ല മഴ പെയ്ത ഒരു രാത്രി, തകർത്തടിച്ച് മഴയായിരുന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. പിറ്റേന്ന് രാവിലെ ഒരു മനുഷ്യൻ തൻ്റെ വീടിനടുത്തുള്ള റബ്ബർ തോട്ടത്തിൽ കൂടെ നടന്നുപോയി. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, റബ്ബർ തോട്ടത്തിൽ റബ്ബറിൻ്റെ പാലെടുക്കാനുള്ള പ്ലാസ്റ്റിക് ചിരട്ടയോ തെങ്ങിൻ്റെ ചിരട്ടയോ പ്രൈസ് ഗോഡ് ഒരു മരത്തിന് ഒരെണ്ണം വെച്ച് അല്ല, ചിലപ്പോൾ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ താഴെ കിടക്കുന്ന എല്ലാം കൂടി ഒരു മരത്തിന് 2-3 വെച്ച് കാണും. പണ്ട് ഉപയോഗിച്ച ചിരട്ട കാണും, ഇപ്പോൾ ഉപയോഗിക്കുന്ന ചിരട്ട കാണും. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. ഈ ചിരട്ടയെല്ലാം പാല് സംഭരിക്കാനായിട്ട് ആ തോട്ടത്തിൽ കൊണ്ടുവന്നതാണ്. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. തലേന്ന് മുഴുവൻ നല്ല മഴ പെയ്തതുകൊണ്ട് തീർച്ചയായും ഈ ചിരട്ടയിൽ റബ്ബർ പാലിന് പകരം മഴവെള്ളം കൊണ്ട് നിറയാനുള്ള സകല സാധ്യതകളുമുണ്ട്. കാരണം അതുപോലെ തലേദിവസം മഴയായിരുന്നു. എന്നാൽ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ നിങ്ങൾ നോക്കിയാൽ പ്രാക്ടിക്കലായിട്ട് കാണുന്നൊരു കാര്യം കർത്താവിന്റെ പറയുകയാണ്. ചില ചിരട്ടകൾ നിറഞ്ഞിരിക്കുന്നു, മറ്റു ചില ചിരട്ടകളിൽ പകുതിയേ വെള്ളമുള്ളൂ, ഇനിയും ചിലത് ഉണങ്ങിയിരിക്കുന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഏത് ചിരട്ട നിറഞ്ഞിരിക്കും? നേരെ ഇരിക്കുന്ന ചിരട്ടയിൽ വെള്ളം വീണാൽ അത് നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പി നിൽക്കും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ചെരിഞ്ഞിരിക്കുന്ന ചിരട്ടയിൽ വെള്ളം വീണാൽ അതിൻ്റെ ചെരിവ് അനുസരിച്ച് ദൈവത്തിന്റെ സ്തോത്രം വെള്ളത്തിൻ്റെ അളവ് ആയിരിക്കും. പ്രൈസ് ഗോഡ്. എന്നാൽ ഉണങ്ങിയിരിക്കുന്ന ചിരട്ട ഏതാണെന്നറിയാമോ? കമന്നിരിക്കുന്ന ചിരട്ട. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം ആമേൻ ഹല്ലേലൂയ അത് മഞ്ഞുപോലെ എന്മേൽ പൊഴിഞ്ഞു വീഴും, മാരി പോലെ എന്മേൽ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അവൻ ദൈവം പകരുമെന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ
ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. നിനക്ക് വേണ്ടി പെയ്യുന്ന ഒരു അനുഗ്രഹമാരി ഉണ്ടെന്ന് മനസ്സിലാക്കി അത് ഏറ്റെടുക്കത്തക്കവണ്ണം ദൈവത്തിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കുവാൻ ദൈവം സഹായിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും ഒരു കാര്യം എനിക്കറിയാം. പ്രൈസ് ഗോഡ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ തന്നെ വീണ്ടും പറയുന്നു, ഒരു മഴയുണ്ട്. അത് നന്മയ്ക്കുള്ള മഴയുമാണ്, അത് തിന്മയ്ക്കുള്ള മഴയുമാണ്. അത് നോഹയുടെ കാലത്ത് പെയ്ത മഴയുമാണ്, അത് ഏലിയാവിൻ്റെ കാലത്ത് പെയ്ത മഴയുമാണ്. ദേശം 3.5 വർഷം അടഞ്ഞിരുന്നാലും അവൻ ആകാശം തുറന്ന് എൻ്റെ ദൈവം മഴ പെയ്യിക്കുമ്പോൾ ധാന്യം വളയും, ധാന്യം വിളയും, സമൃദ്ധിയായി വിളയും. എന്നാൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നോഹയുടെ കാലത്ത് പെയ്യിക്കുന്ന മഴ ദൈവത്തിന് സ്തോത്രം ധാന്യം വിളയിക്കാനുള്ളതല്ല, അത് ചിലതിനെ നശിപ്പിക്കാനുള്ളതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ആവർത്തിച്ച് പറയട്ടെ, ദൈവത്തിന്റെ മഴ പെയ്യും, ദൈവത്തിന്റെ മഴ പെയ്യും, ദൈവത്തിന്റെ മഴ പെയ്യും. അനുഗ്രഹ മഴ പെയ്യാൻ, അനുഗ്രഹ മഴ പെയ്യാൻ പ്രാർത്ഥിക്കാം. വിടുതലിന്റെ മഴ പെയ്യാൻ പ്രാർത്ഥിക്കാം. സൗഖ്യത്തിന്റെ മഴ പെയ്യാൻ പ്രാർത്ഥിക്കാം. തലമുറകൾക്ക് വേണ്ടി പെയ്യാൻ പ്രാർത്ഥിക്കാം. നിന്റെ കുടുംബത്തിന് വേണ്ടി പെയ്യാൻ പ്രാർത്ഥിക്കാം. നിനക്ക് വേണ്ടി പെയ്യാൻ പ്രാർത്ഥിക്കാം. ആദര ബൗഡക ജഗലക രഗദേ സന്തല ബൗഡ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ആമേൻ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിന് മുമ്പ് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, 2 കൂട്ടര് ഉണ്ടാവും. ഇന്നത്തെ സങ്കീർത്തനത്തിന്റെ 7ഉം 8ഉം വാക്യം ഒന്ന് വായിച്ചേ. ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നതും 92-ാം സങ്കീർത്തനത്തിന്റെ 4ഉം 6-ാം വാക്യം. മൃഗപ്രായനായ മനുഷ്യൻ അതറിയുന്നില്ല, മൂഢൻ അത് ഗ്രഹിക്കുന്നതുമില്ല. അതിന്റെ മേളിൽ 2 വാക്യം പറഞ്ഞിട്ടാണ് പറയുന്നത്. ഒരു കൂട്ടര് അറിയുന്നില്ല, ഗ്രഹിക്കുന്നില്ല. എന്തറിയുന്നില്ല? അതിന്റെ മേളിൽ 2 വാക്യം വായിച്ചു. യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു. ദൈവത്തിന്റെ പ്രവൃത്തികൾ വലുതാണെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യാം. മനുഷ്യന്റെ പ്രവൃത്തികളല്ല, എന്റെയും നിന്റെയും പ്രവൃത്തികളല്ല, ആരുടെയും പ്രവൃത്തികളല്ല. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ പ്രവൃത്തികൾ വലുതാണ്. അടുത്തത്, നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. ദൈവത്തിന്റെ വിചാരങ്ങൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അത്യന്തം അഗാധമായവ എത്ര വിശ്വസിക്കുന്നു. നിന്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, നിന്റെ വഴികൾ എൻ്റെ വഴികളുമല്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വഴികളും ദൈവത്തിൻ്റെ വിചാരങ്ങളും മനുഷ്യൻ്റെ വിചാരങ്ങളെക്കാൾ മനുഷ്യൻ്റെ വഴികളെക്കാൾ ഉയർന്നിരിക്കുന്നുവെന്ന് പറയുമ്പോൾ ദൈവം വഴി തുറക്കുന്ന ഉയരത്തിലെ അനുഭവം ഇന്ന് പകൽക്കാലവും നമുക്കുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. നമുക്ക് എന്ത് വേണം? ഈ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? പ്രൈസ് ഗോഡ്. നിനക്ക് ദൈവം അനുകൂലമാണോ? നിനക്ക് ദൈവം അനുകൂലമാണോ? നിന്റെ കുടുംബത്തിന് ദൈവം അനുകൂലമാണോ? നിന്റെ തലമുറയ്ക്ക് ദൈവം അനുകൂലമാണോ? വ്യക്തിപരമായി ഈ ദൈവം നിനക്ക്, നിന്റെ കുടുംബത്തിന്, നിന്റെ തലമുറയ്ക്ക് അനുകൂലമാണെന്ന് തോന്നുന്നെങ്കിൽ കരമുയർത്തി സ്തോത്രം ചെയ്യ്. ഇത് ഉറപ്പാക്കിയാൽ മതി. പ്രൈസ് ഗോഡ്. വ്യക്തിപരമായി എൻ്റെ ദൈവം എനിക്ക് അനുകൂലമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവം അനുകൂലമായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുന്ന ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തിന് സ്തോത്രം. പ്രൈസ്. മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുന്ന ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരുപോലെ വെളിപ്പെടും. പ്രൈസ് ഗോഡ്. വിചാരങ്ങൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ വിചാരങ്ങൾ അഗാധമായിരിക്കും. അടുത്ത വാക്യം, മൃഗപ്രായനായ മനുഷ്യൻ അതറിയുന്നില്ല. പ്രൈസ് ഗോഡ്. 3-ാം വാക്യം ഒന്ന് വായിച്ചേ. രാവിലെ നിന്റെ ദയയെയും രാത്രി യഹോവേ, നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. യഹോവേ, നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. ഇന്ന് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവം തന്റെ പ്രവൃത്തി കൊണ്ട് എന്നെ സന്തോഷിപ്പിക്കുന്നെന്ന് അവന് പറയാൻ എത്ര പേർക്ക് കഴിയും? വ്യക്തിപരമായി ദൈവം തന്റെ പ്രവൃത്തി കൊണ്ട് നിന്നെയും നിന്റെ കുടുംബത്തെയും സന്തോഷിപ്പിക്കുന്നെന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? നിന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? വ്യക്തിപരമായി എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എത്ര വിശ്വാസമുണ്ട്? നല്ല വിശ്വാസത്തോടെ ഞാൻ പറയട്ടെ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ഏറ്റുപറ, ഇന്ന് പകൽക്കാലം പറ്റുമെങ്കിൽ ഏറ്റുപറ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് വേണ്ടി
പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ സങ്കീർത്തനം മുഴുവൻ ദൈവത്തിന്റെ പ്രവർത്തികളാണ്. ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവർത്തനം രണ്ട് വിധത്തിൽ അതിനെ മനുഷ്യൻ കൈക്കൊള്ളും. ഒരു കൂട്ടര് അത് ഗ്രഹിക്കും, മറ്റു കൂട്ടര് അത് ഗ്രഹിക്കത്തില്ല. ഒരു കൂട്ടര് അത് അറിയും, മറ്റു കൂട്ടര് അത് അറിയത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുന്ന ജനത്തിന് പകൽ മേഘസ്തംഭത്താലും രാത്രി അഗ്നിത്തൂണിനാലും സർവശക്തനായ ദൈവം വഴി നടത്തുമ്പോൾ അവൻ്റെ വിചാരങ്ങൾ, ഗാധമായ വിചാരങ്ങൾ, അതനുസരിച്ച് കർത്താവിനറിയാം, കർത്താവിന് നന്നായി അറിയാം. ആമേൻ, ഹല്ലേലൂയ. എൻ്റെ ജനം മരുഭൂമിയിൽ കൂടെയാണ് നടകൊള്ളുന്നത്. എൻ്റെ ജനം മരുഭൂമിയിൽ കൂടെയാണ് നടകൊള്ളുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മരുഭൂമിയിൽ വിതയില്ല, കൊയ്ത്തില്ല. മരുഭൂമിയിൽ ദാഹജലമില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മരുഭൂമിയിൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, വസ്ത്രം വാങ്ങാൻ ഒരു കടയില്ല. മരുഭൂമിയിൽ ചെരുപ്പ് വാങ്ങാൻ ഒരു കടയില്ല. നീണ്ട അനേകം വർഷങ്ങൾ യാത്ര ചെയ്യേണ്ട ജനത്തിന് 40 വർഷം ഇവരെ മരുഭൂമിയിൽ കൂടെ നടത്തണമെന്ന് ദൈവത്തിനറിയാം. പ്രൈസ് ഗോഡ്. 10 ദിവസത്തെ വഴിയേ ഉള്ളൂ. ദൈവത്തിനറിയാം ഇവർ പിറുപിറുക്കും. അതുകൊണ്ട് ഹല്ലേലൂയ, ദൈവം എന്നറിയാമോ, അവരെ മരുഭൂമിയിൽ കൂടെ ചുറ്റി നടത്തി. പ്രൈസ് ഗോഡ്. അങ്ങനെ 40 വർഷം. പക്ഷെ ദൈവത്തിനറിയാം ഇവർ 40 വർഷം നടക്കേണ്ടി വരും. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മരുഭൂമിയിൽ കൂടെ ഇസ്രായേൽ മക്കളെ നടത്തിക്കൊണ്ടു പോകാൻ ദൈവത്തിന് സ്തോത്രം യോസഫിന്റെ കാലത്ത് ചെയ്ത പോലെ ചെയ്തില്ല. യോസഫിന്റെ കാലത്ത് ദൈവത്തിനറിയാം ക്ഷാമമുള്ള 7 സംവത്സരം വരും. ഫറവോനോട് യോസഫിൽ കൂടെ ആലോചന കൊടുത്തു. ക്ഷാമമുള്ള 7 സംവത്സരം വരും. അതിനു മുമ്പ് സമൃദ്ധിയുടെ 7 സംവത്സരം ഉണ്ടാകും. അതുകൊണ്ട് ഫറവോനെ ദേശത്ത് മുഴുവൻ പണ്ടകശാലകൾ പണിയിച്ച്, ഗോഡൌണുകൾ പണിയിച്ച്, ക്ഷാമമില്ലാത്ത സമൃദ്ധിയുടെ സംവത്സരത്തിൽ വിളവുകൾ ജനത്തിൽ നിന്ന് വാങ്ങി ഈ പണ്ടകശാലകൾ, ഗോഡൌണുകൾ നിറച്ചു വയ്ക്കണം. പ്രൈസ് ഗോഡ്. എന്തിനെന്നറിയാമോ? ക്ഷാമമുള്ള 7 സംവത്സരം വരുമ്പോൾ ഈ ഗോഡൌണൊക്കെ തുറക്കണം. എന്നിട്ട് ജനത്തിന് ധാന്യം കൊടുക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് മുന്നമേ വരാനുള്ളത് നന്നായി അറിയാം. അത് ഫറവോനെ അറിയിക്കാനറിയാം, അത് യോസഫിൽ കൂടെ വ്യാഖ്യാനിക്കാനറിയാം. അതുപോലെ തന്നെ സംഭവിക്കുമ്പോൾ ഹല്ലേലൂയ, കൊഴുത്തതും മെഴുത്തതുമായ 7 പശുക്കളെ തിന്നുകളഞ്ഞതുപോലെ, പ്രൈസ് ഗോഡ്, മെലിഞ്ഞ 7 പശുക്കൾ നൈൽ നദിയിൽ നിന്ന് കയറി തിന്നുകളഞ്ഞതുപോലെ, ഇതകത്ത് ചെന്നിട്ടും ഒരു വയറിന് ഒരു വ്യത്യാസമില്ലാതെ മെലിഞ്ഞു തന്നെ ഇരിക്കുന്നത് പോലെ, ആമേൻ, തുടുപ്പുള്ള ഘനമുള്ള കതിരുകൾ 7 കൃഷ്ണക്കാറ്റിൽ പ്രൈസ് ഗോഡ് കരിഞ്ഞുപോയ 7 കതിരുകൾ മുന്നമേ 2 പ്രാവശ്യം ഫറവോന് സ്വപ്നം കാണിച്ചിട്ട് സംഭവിക്കാനുള്ളത് നിശ്ചയം എന്ന് പറഞ്ഞിട്ട് പ്രൈസ് ഗോഡ് യോസഫിൽ കൂടെ അരുളപ്പാട് ലഭിച്ചപ്പോൾ ഫറവോൻ ഗ്രഹിച്ചു. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ ആലോചന ഫറവോൻ ഗ്രഹിച്ചു. പരസ്യമായി വിളിച്ചു പറഞ്ഞു, ദൈവാത്മാവുള്ള ഒരുവനെ പോലെ ഒരുവനെ കണ്ടുകിട്ടുമോ? ദൈവം നിനക്കിതൊക്കെയും വെളിപ്പെടുത്തി, അതുകൊണ്ട് നീ തന്നെ ഇസ്രായേലിന് മേലധികാരിയാകും. യോസഫ് പറഞ്ഞു, വിവേകവും ജ്ഞാനവുമുള്ള ഒരുത്തിനെ കണ്ടുപിടിച്ച് വിചാരകനാക്കി വയ്ക്കണം. പറഞ്ഞു, വേണ്ട, നീ തന്നെ വിചാരകനാകും. എന്തിന് നീ തന്നെ വിചാരകനാകുമെന്ന് പറഞ്ഞു? ഫറവോന്റെ നാട്ടിലെ ക്ഷാമത്തെ കൈകാര്യം ചെയ്യാനല്ല, ഫറവോന്റെ രാജ്യത്ത് ഭരണം നന്നായി കൊണ്ടുപോകാനല്ല, വ്യക്തിപരമായി
യോസഫിനോടൊരു വാഗ്ദത്തം ദൈവത്തിനുണ്ട്. ഇന്ന് പകൽക്കാലം ക്ഷാമം വരട്ടെ, സമൃദ്ധി വരട്ടെ, അത് വിഷയമല്ല. വ്യക്തിപരമായി നിന്നോട് വ്യക്തിപരമായി എൻ്റെ ദൈവത്തിനൊരു വാഗ്ദത്തം ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ കരമുയർത്തി ഒരു സ്തോത്രം ചെയ്യ്. വ്യക്തിപരമായി യോസഫിനോടുള്ള വാഗ്ദത്തം നിറവേറ്റുവാൻ വേണ്ടി ദൈവം ദേശം മുഴുവൻ ക്ഷാമം വരുത്തണമെങ്കിൽ വരുത്തും, സമൃദ്ധി വരുത്തണമെങ്കിൽ വരുത്തും. എന്തിനെന്നറിയാമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. രണ്ടാം രഥത്തിൽ കയറി ആമേൻ ഹല്ലേലൂയ, സ്വർണ്ണ സരപ്പിളയിട്ട് നേർമേറിയ വസ്ത്രം ധരിച്ച് അകമ്പടികളോടുകൂടെ പ്രൈസ് ഗോഡ് മുട്ടുകുത്തുവീൻ എന്ന് വിളിച്ച് പറയിപ്പിച്ചുകൊണ്ട് യോസഫിനെ ലോകം മുഴുവനും പ്രൈസ് ഗോഡ് മിസ്രയീം മുഴുവനും നെടുനീളം സഞ്ചരിപ്പിക്കുമ്പോഴാണ് 11 കറ്റകൾ അവനെ നമസ്കരിക്കുമെന്ന സൂര്യനും ചന്ദ്രനും അവനെ നമസ്കരിക്കുമെന്ന ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറത്തുള്ളൂ. ദൈവത്തിന്റെ വിചാരങ്ങൾ നിന്നെക്കുറിച്ച് അഗാധമാണ്. അതിനകത്ത് ഫറവോൻ കാണും, അതിനകത്ത് പ്രൈസ് ഗോഡ് പാനപാത്രവാഹകൻ കാണും, അതിനകത്ത് അപ്പക്കാരന്റെ പ്രമാണി കാണും, അതിനകത്ത് പോത്തിഫർ കാണും, അതിനകത്ത് പോത്തിഫറിന്റെ ഭാര്യ കാണും, അതിനകത്ത് നിന്നെ വിറ്റ് കളയുന്ന സഹോദരങ്ങൾ കാണും. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ആരൊക്കെ എന്തൊക്കെ കാണിച്ചാലും നിന്നെക്കുറിച്ചുള്ള എന്റെ ദൈവത്തിന്റെ ആലോചന അത് നിറവേറും. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ആലോചന എനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പുള്ളവർ കരമിത് സ്തോത്രം ചെയ്യേ. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പ്രൈസ് ഗോഡ്. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആലോചന നിനക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്തോത്രം ചെയ്യേ. ആമേൻ. 1972 രക്ഷിക്കപ്പെട്ട് 73 അഭിഷേകം പ്രാപിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആലോചന അന്ന് എനിക്ക് വെളിപ്പെട്ടുകയാണ്. ആ ആലോചനയ്ക്ക് മാറ്റമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നതിൽ സ്തോത്രം ചെയ്ത് ആരാധിക്കാം. ഇതിനിടയ്ക്ക് ചേട്ടന്മാർ വരും, നിന്നെ വില പറയും, നിന്നെ വിൽക്കും, പൊട്ടക്കണ്ണിൽ കൂടെ കടത്തിവിടും, പത്തിവരുടെ വീട്ടിൽ കൊണ്ടേ ആക്കും. അവിടെയും നിനക്ക് സ്വസ്ഥത കിട്ടത്തില്ല. കാരാഗ്രഹത്തിലിടും, അവിടെയും നിനക്ക് സ്വസ്ഥത കിട്ടത്തില്ല. എന്നാൽ ഉടമല നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് മനസ്സിലാക്കി, പുറത്തു കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ടെന്ന് മനസ്സിലാക്കി, നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് മനസ്സിലാക്കി, നിന്നെ വിടുവിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് മനസ്സിലാക്കി ഈ വിളിച്ച ദൈവത്തെ സ്തോത്രം ചെയ്ത് ആരാധിക്കുക. ഹല്ലേലൂയ. വ്യക്തിപരമാണ് ദർശനം, വ്യക്തിപരമാണ് അതിൻ്റെ ഫുൾഫിൽമെന്റും വ്യക്തിപരമാണ്. ആമേൻ. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മുന്നറിവിൽ ദൈവത്തിന് അറിയാമായിരുന്നു ക്ഷാമം വരും, അതിനുവേണ്ടി കരുതി വയ്ക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ 30 ലക്ഷം ജനങ്ങളെ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറത്തിറക്കി വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ കർത്താവിന് അറിയാമായിരുന്നു അവന്മാർ 10 ദിവസം കൊണ്ട് അവിടെ എത്തത്തില്ല. 10 ദിവസം കൊണ്ടൊന്നും അവിടെ എത്തത്തില്ല. മാത്രമല്ല പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. കർത്താവിന് ഒരു കാര്യം കൂടെ അറിയാം. ഇവർ പുറപ്പെട്ടത് എങ്ങനെയാണെന്നറിയാം. പിറ്റേന്ന് ഉണ്ടാക്കാനുള്ള ചപ്പാത്തിയുടെ മാവ് അല്ലെങ്കിൽ അപ്പത്തിൻ്റെ മാവ് അത് കുഴച്ചത് ചൂടാൻ സമയം കൊടുത്തില്ല, കെട്ടിയെടുത്തോളാൻ പറഞ്ഞു. അവർ കുഴച്ച മാവും കൊണ്ട് പുറപ്പെട്ടു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് സ്തോത്രം. ഏലിയാവിൻ്റെ കാലത്ത് വിധവയുടെ വീട്ടിൽ ആമേൻ കലത്തിലെ മാവ് കുറയ്ക്കാതെ സൂക്ഷിച്ച ദൈവത്തിന് ഇവർ കുഴച്ചുകൊണ്ടുവന്ന മാവ് തീർന്നു പോകാതെ 40 വർഷക്കാലമെങ്കിൽ 40 വർഷക്കാലം, 3.5 വർഷമെങ്കിൽ 3.5 വർഷക്കാലം സൂക്ഷിക്കാൻ കഴിവില്ലേ? ഉണ്ട്. പക്ഷെ ദൈവത്തിനറിയാം, ഇവന്മാർ നട്ട്, ഇവന്മാർ വിതച്ച്, ഇവന്മാർ കൊയ്ത്, ഇവന്മാർ ഇടിച്ചു പൊടിച്ചത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇവന്മാർ ഇടിച്ചു പൊടിച്ചത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇവന്മാർ കുഴച്ചത്. ഇത് തീർന്നു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തും. 1 ദിവസമല്ല, 2 ദിവസമല്ല. കാരണം പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുമെന്ന് ദൈവം തീരുമാനിച്ചത് കൊണ്ട് 40 വർഷം
പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്തൊക്കെ പ്രശ്നമുണ്ടോ ആ പ്രശ്നം മുഴുവൻ കൈകാര്യം ചെയ്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. വെള്ളമില്ലാതെ വലഞ്ഞപ്പോൾ ആദ്യം മാറയെ അവൻ മധുരമാക്കി. അവൻ ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ വരുന്ന കയ്പിനെ മധുരമാക്കി മാറ്റാൻ സെക്കൻഡുകൾ കൊണ്ട് കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. മാറയെ മധുരമാക്കാൻ കഴിവുള്ള ദൈവകൃപ ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി വ്യാപരിക്കട്ടെ, നിനക്ക് വേണ്ടി വ്യാപരിക്കട്ടെ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി വ്യാപരിക്കട്ടെ, വ്യക്തിപരമായി നിന്റെ കുടുംബത്തിന് വേണ്ടി വ്യാപരിക്കട്ടെ. പ്രൈസ് ഗോഡ്. വർഷങ്ങളായി ആമേൻ ഹലക്ക മാറയിൽ ആ വെള്ളം ഒരു മനുഷ്യനും കുടിക്കാൻ കഴിയാതെ വണ്ണം കയ്പുള്ളതായി കിടക്കുന്നത് നിനക്ക് വേണ്ടി, പ്രൈസ് ഗോഡ്, വ്യക്തിപരമായി പറഞ്ഞാൽ നിനക്ക് നിന്റെ കുടുംബത്തിനും വേണ്ടി മധുരമാക്കി മാറ്റിയതുപോലെ കയ്പ് നിറഞ്ഞ വിഷയങ്ങൾ മധുരമാക്കി കഴിഞ്ഞ കാലങ്ങളിൽ മാറ്റിയെന്ന് ഉറപ്പുണ്ടെങ്കിൽ, അനുഭവമുണ്ടെങ്കിൽ ഒരു സ്തോത്രം ചെയ്ത് ആരാധിക്കാം. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ മാറയും മധുരമാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യാം. മാറായെ മധുരമാക്കി തീർക്കുമവൻ, മാറായെ മധുരമാക്കി തീർക്കുമവൻ, പാറയെ പിളർന്നു ദാഹം പോക്കുമവൻ, പാറയെ പിളർന്നു ദാഹം പോക്കുമവൻ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഞാൻ ചോദിക്കട്ടെ, ഇസ്രായേൽ മക്കൾക്ക് സന്തോഷിക്കാൻ ഒരൊറ്റ കാര്യം പോരെ? എന്തുവാ? പെസഹായുടെ രാത്രിയിൽ, അബീബ് മാസം 14-ാം തീയതി അർദ്ധരാത്രിയിൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സംഹാരദൂതൻ എൻ്റെ ഇടത്തെ വീട്ടിലും വലത്തെ വീട്ടിലും മുമ്പിലത്തെ വീട്ടിലും പുറത്തെ വീട്ടിലും കയറിയപ്പോൾ എൻ്റെ വീട് ഒഴിഞ്ഞു പോയില്ലേ? നിന്റെ വീട് ഒഴിഞ്ഞു പോയില്ലേ? നിന്റെ വീട് ഒഴിഞ്ഞു പോയില്ലേ? നിന്റെ വീട് ഒഴിഞ്ഞു പോയില്ലേ? നീ വ്യത്യസ്തനായത് കൊണ്ടല്ലേ? ദൈവത്തിന് നീ വ്യത്യസ്തനല്ലേ? ഇന്ന് പകൽക്കാലം എൻ്റെ കുടുംബത്തെ ഒഴിഞ്ഞ് സംഹാരദൂതൻ കടന്നുപോയതുപോലെ അനേക ബാധകളും അനേക രോഗങ്ങളും അനേകം പകർച്ചവ്യാധികളും അനേകം കഷ്ടങ്ങളും നഷ്ടങ്ങളും അനേകമായ എല്ലാവിധ പ്രയാസങ്ങളും കഴിഞ്ഞ നാളുകളിൽ ഒഴിഞ്ഞു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. ആമേൻ. ഇസ്രായേൽ മക്കൾ ചെയ്ത മിസ്റ്റേക്ക് എന്നറിയാമോ? അവർ അവൻ്റെ പ്രവർത്തികളെ കണ്ടിട്ടും 40 പ്രൈസ് ഗോഡ് ആണ്ട് അവനെ ശോധന ചെയ്തു. അവൻ്റെ പ്രവർത്തികളെ കണ്ടിട്ടും അവൻ ശോധന ചെയ്തു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അവനെ ശോധന ചെയ്തു. അതുകൊണ്ട് ഈ തലമുറ വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കയില്ലെന്ന് തൻ്റെ ക്രോധത്തിൽ അവൻ കൈ ഉയർത്തി സത്യം ചെയ്തെന്ന്. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ പ്രവർത്തികളെ ഗ്രഹിക്കുന്നവൻ, പ്രൈസ് ഗോഡ്, അവനാണ് ജ്ഞാനി. ഹല്ലേലൂയ. ദൈവപ്രവൃത്തി എനിക്ക് വേണ്ടി ഞാൻ പ്രാപിച്ച ദർശനം, ഞാൻ പ്രാപിച്ച വാഗ്ദത്തം, ഞാൻ പ്രാപിച്ച ആലോചന, അഗാധമായ ആലോചന, ആ ആലോചനയ്ക്കൊത്ത് എന്നിൽ നിറവേറുമെന്ന് വിശ്വസിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യാം. വേറെ ആരുടെയും കാര്യം എനിക്കറിയുന്നു. എന്നിൽ നിറവേറുമെന്ന് ഉറപ്പുള്ളവർക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, വ്യക്തിപരമായി കർത്താവിൻ്റെ വിളി കേട്ട് ഞാൻ ഇറങ്ങിയതാണെന്ന് ഉറപ്പുള്ള കാര്യത്തിൽ സ്തോത്രം ചെയ്യാം. ഇപ്പോഴും അവൻ്റെ വിളിയിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന് ഉറപ്പുള്ളവർക്ക് സ്തോത്രം ചെയ്യാം. അവനാണ് എന്നെ നടത്തിക്കൊണ്ട് പോകുന്നതെന്ന് ഉറപ്പുള്ളവർക്ക് സ്തോത്രം ചെയ്യാം. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിത്തൂണായി കർത്താവ് എന്നെ, എൻ്റെ കുടുംബത്തെയും കഷ്ടത്തിൽ കൂടെയും പ്രയാസത്തിൽ കൂടെയും പ്രതികൂലത്തിൽ കൂടെയും എന്നെ നടത്തുന്നുവെന്ന് ഉറപ്പുള്ളവർക്ക് സ്തോത്രം ചെയ്ത് ആരാധിക്കാം. എന്നാൽ പിന്നെ നാട്ടുകാരെ അന്വേഷിക്കാൻ അധികം നമ്മൾ മുതിരാതിരിക്കാൻ നല്ലത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം. ദൈവം വ്യക്തിപരമായി എനിക്ക് നല്ലവൻ, നിനക്ക് നല്ലവൻ. പ്രൈസ് ഗോഡ്. പാതാള ഗോപുരങ്ങൾ ജയിക്കാത്തൊരു പണി മണ്ടനായ കർത്താവല്ല പറഞ്ഞത്. ബുദ്ധിയുള്ള, ശക്തിയുള്ള, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് തന്നിരിക്കുന്നു എന്ന് പറയുന്ന കർത്താവാണ് പറഞ്ഞതെങ്കിൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആർക്കും തെറ്റ് പറ്റാതിരിക്കാൻ ഞാനൊരു കാര്യം പറയാം. കാള വിരളുമ്പം പെട്ടകം ചെരിഞ്ഞാൽ അത് താങ്ങി നിർത്താനുള്ള അവകാശവും അധികാരവും ദൈവം ആർക്കും കൊടുത്തിട്ടില്ല. ഞാൻ ഒന്നുകൂടെ പറയുന്നു, കാള വിരളുമ്പോൾ പെട്ടകം ചെരിഞ്ഞാൽ അത് താങ്ങി നിർത്താൻ ആരെയും ദൈവം അധികാരപ്പെടുത്തിയിട്ടില്ല. ഞാൻ പണിയുമെന്ന് പറഞ്ഞവൻ അത് താങ്ങും. നിന്റെ ദൈവം വിശ്വസ്തനാണെങ്കിൽ
നിന്റെ ദൈവം സർവശക്തനാണെങ്കിൽ, നിന്റെ ദൈവം എല്ലാത്തിനും മതിയായവനാണെങ്കിൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അവൻ്റെ വഴിയിൽ കൂടെ അവൻ പ്രവർത്തിക്കട്ടെ. ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും? നമ്മളെന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ പ്രവർത്തികളെ ഗ്രഹിക്കണം, ദൈവത്തിൻ്റെ പ്രവർത്തികളെ അറിയണം. എങ്ങനെ അറിയണം? അവൻ്റെ പ്രവർത്തികളെ ആരാഞ്ഞറിയണം, അന്വേഷിച്ചറിയണം. പ്രൈസ് ഗോഡ്. കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട്, പ്രൈസ് ഗോഡ്, ദൈവം എനിക്ക് ചെയ്തത് ഓർത്തിട്ട്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഞാൻ എൻ്റെ കാര്യം പറയാം. കർത്താവിനെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ ലോകത്ത് ഭൂമുഖത്ത് ജീവനോടിരിക്കത്തില്ല. അതായിരുന്നു സ്വഭാവം. തീർത്ത് പറയും, എവിടെയെങ്കിലും പോയി തീർന്നേ, എവിടെയെങ്കിലും പോയി തീർന്നേ. അന്ന് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഞങ്ങൾ ഒന്നിച്ച് നടന്നിരുന്ന 4 പേർ ഇന്നും പ്രൈസ് ഗോഡ്. ഞാൻ 1973 73 എഞ്ചിനീയറിംഗ് കോളേജിലെ കോതമൻ എഞ്ചിനീയറിംഗ് കോളേജിലെ ബാച്ചാണ്. പ്രൈസ് ഗോഡ്. അവിടെ ആ ബാച്ചിൽ പഠിച്ചവരോ, അതിന് മുമ്പ് പഠിച്ചവരോ, തൊട്ട് മുമ്പ് പഠിച്ചവരോ, തൊട്ട് ശേഷം പഠിച്ചവരോ, അതായത് എൻ്റെ ഫസ്റ്റ് ഇയർ തൊട്ട് ഫൈനൽ ഇയർ വരെ 4 ബാച്ച്. പ്രൈസ് ഗോഡ്. 8 വർഷം അവിടെ പഠിച്ച പലരോടും ചോദിച്ചാൽ ഒരു കാര്യം അറിയാൻ സാധിക്കും. PR ബേബി, MH രഘു, KM മാത്യു, പ്രൈസ് ഗോഡ്, PK സുകുമാരൻ, ഞങ്ങൾ 4 പേരും പ്രൈസ് ഗോഡ് ഒന്നിച്ച് കള്ളു കുടിക്കാനും കഞ്ചാവ് വലിക്കാനും ഡ്രഗ് അടിക്കാനും അടിയുണ്ടാക്കാനും പിടിയുണ്ടാക്കാനും എല്ലാത്തിനും നടന്നു. ഭയങ്കര തിക് ഫ്രണ്ട്സ് ആയിരുന്നു. എന്നാൽ ആ 4 പേരിൽ 3 പേരും ഇന്നില്ല. 2 പേർ ആക്സിഡൻറ്റിൽ മരിച്ചു, ബൈക്ക് ആക്സിഡൻറ്റ്. 3-ാമത്തെ വ്യക്തി കഞ്ചാവ് വലിച്ച് ഡ്രഗ് അടിച്ച് ബുദ്ധിമറിഞ്ഞ് എഞ്ചിനീയറിംഗ് കോളേജിൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഞാൻ 69 ഞാൻ ചെല്ലുമ്പോൾ, ഫസ്റ്റ് ഇയർ ചെല്ലുമ്പോൾ 68 പരീക്ഷയിൽ, എനിക്ക് മുമ്പുള്ള ബാച്ചിലെ പരീക്ഷയിൽ ഫസ്റ്റ് ഇയറിൽ, പ്രൈസ് ഗോഡ്, കേരള യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് റാങ്ക്. അന്ന് കേരള യൂണിവേഴ്സിറ്റിയേ ഉള്ളൂ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഇല്ല, കോട്ടയം യൂണിവേഴ്സിറ്റി ഇല്ല, മഹാത്മാഗാന്ധി, ഇങ്ങനെ ഒന്നൊന്നുമില്ല. കേരളം മുഴുവൻ ഒറ്റ യൂണിവേഴ്സിറ്റി. ഇതിലെല്ലാത്തും കൂടെ 5 എഞ്ചിനീയറിംഗ് കോളേജ്. ആ കേരള യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് റാങ്ക് മേടിച്ച MH രഘു, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. 3-ാം കൊല്ലം വന്നപ്പം, 2-ാം കൊല്ലം 3-ാം കൊല്ലം വന്നപ്പം, ഞാൻ 3-ാം കൊല്ലം വന്നപ്പം ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചു. ഫസ്റ്റ് റാങ്കുകാരൻ. കഞ്ചാവ് വലിച്ച് കള്ളു കുടിച്ച് അവരൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പഠിക്കുക അവിടെ ഒപ്പം ഉണ്ടായിരുന്നു. ദൈവമക്കളെ, ആ രഘു പറവൂര് ഒരു സിനിമാ തിയേറ്ററിൽ, ഹല്ലേലൂയ, ടിക്കറ്റ് കൊടുത്ത് നോക്കി ആളുകളെ അകത്തേക്ക് വിടുന്ന ജോലി ചില നാളുകൾ ചെയ്തു. എഞ്ചിനീയർ ആയില്ല. പ്രൈസ് ഗോഡ്. ചില നാളുകൾക്ക് മുമ്പ് ഓവർഡോസ് ഡ്രഗ് ചെന്ന് പുള്ളിയും മരിച്ചു. എനിക്ക് നന്നായി അറിയാം, ഞാൻ കർത്താവിനെ കണ്ടുമുട്ടി. ഇവരുമായിട്ടുള്ള കൂട്ട് വെട്ടിയില്ലായിരുന്നെങ്കിൽ അവരെക്കാൾ മുമ്പ് തട്ടിപ്പോയേ. കാരണം പ്രൈസ് ഗോഡ്, KM മാത്യു 6 അടി പൊക്കം, 85 കിലോ തൂക്കം. പ്രൈസ്. MH രഘു 6 അടി 1 ഇഞ്ച് പൊക്കം, 90 കിലോ തൂക്കം. പ്രൈസ്. PK സുകുമാരൻ 5 അടി 8 ഇഞ്ചേ പൊക്കമുള്ളൂ, പക്ഷേ ഹി വാസ് എ ജിംനാസ്റ്റ്. ഇത്രയും ആരോഗ്യമുള്ള അവരുടെ കൂടെ ഞാൻ നടക്കുമ്പോൾ എൻ്റെ തൂക്കം 38 കിലോ. അവരെക്കാൾ മുമ്പ് തട്ടിപ്പോയേ. യേശുവിനെ അറിഞ്ഞതുകൊണ്ട് മാത്രം ദൈവം എന്നെ സൂക്ഷിച്ചു. നന്നായി അറിയാം, ഇനിയും സൂക്ഷിക്കും. നിങ്ങളെയും വ്യക്തിപരമായി സൂക്ഷിക്കുന്നൊരു ദൈവമെന്ന് വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം സ്തോത്രം ചെയ്ത് ആരാധിക്ക്. നിന്റെ കൂട്ടുകാർ തട്ടിപ്പോയിട്ട് നിന്നെ പരിപാലിക്കാൻ കഴിവുള്ളൊരു ദൈവത്തെ, എൻ്റെ കൂട്ടുകാരിൽ ഫലമായി എന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ സ്തോത്രം ചെയ്ത് ആരാധിക്ക്. പ്രൈസ് ഗോഡ്. ഒരു കുറവുമില്ലാതെ നടത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവനെ സേവിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷേ ഒരു കൂട്ടർ അവൻ്റെ പ്രവൃത്തികളെ ഗ്രഹിക്കുമ്പോൾ മറ്റു കൂട്ടർ അവൻ്റെ പ്രവൃത്തികളെ ഗ്രഹിക്കാതെ പോകും. അത് ഞാനാകല്ലേ, നീയാകല്ലേ. പ്രൈസ് ഗോഡ്. കർത്താവ് സർവശക്തനാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവൻ സകലതും നന്നായി ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇത് ഗ്രഹിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഇത് അറിയാവുന്നവർ എത്ര പേരുണ്ട്? നിനക്ക് ഗുണമുണ്ടെന്ന്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ.
ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. പെട്ടകം അവൻ ചെരിയുന്നതും കാള വിരളുന്നതും കാണുമ്പോൾ ദാഗോൻ ക്ഷേത്രത്തിൽ വെച്ച്, പ്രൈസ് ഗോഡ്, അവൻ്റെ കളത്തിൽ വെച്ച് പെട്ടകം ചെരിയുന്നതും കാള വിരളുന്നതും കാണുമ്പോൾ ഉസ്സ കൈ നീട്ടിക്കോട്ടെ, ദാവീദേ നീ നൃത്തം ചെയ്തുകൊണ്ടേയിരിക്കണം. നിന്നെ തള്ളയാടുകളിൽ നിന്ന് നോക്കുന്ന അനുഭവത്തിൽ നിന്ന് നിന്നെ വിളിച്ചു വേർതിരിച്ച സ്വർഗത്തിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നീ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുക. നിന്റെ രാജത്വം യഥാസ്ഥാനപ്പെടുത്തത്തക്കവണ്ണം, അത് വീണ്ടും ഉറപ്പിക്കത്തക്കവണ്ണം. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അഹീഥോഫേലിന്റെ ആലോചനകളെ നിർവീര്യമാക്കിക്കൊണ്ട്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അബ്ശാലോമിന്റെ പ്രവൃത്തികളെ നിർവീര്യമാക്കിക്കൊണ്ട് ദാവീദേ നിനക്ക് രാജ്യത്വം ഉറപ്പിച്ചു തരുന്നൊരു ദൈവമുണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. വിശ്വാസമുള്ളവർക്ക് സ്തോത്രം ചെയ്ത് ആരാധിക്കാം. പ്രൈസ് ഗോഡ്. എന്ത് ചെയ്യണം? അവന്റെ പ്രവൃത്തികളെ, അവന്റെ കൈവേലയെ വിവേചിക്കായികൊണ്ട് അവൻ അവരെ പണിയാതെ ഇടിച്ചു കളയും. പ്രൈസ് ഗോഡ്. സംഗീതകാരൻ പറയുന്നു, അവന്റെ കൈവേലയെ വിവേചിക്കായികൊണ്ട് അവൻ അവരെ പണിയാതെ ഇടിച്ചു കളയും. നമ്മൾ ദൈവപ്രവൃത്തി വിവേചിക്കണം. ദൈവപ്രവൃത്തി വിവേചിക്കുമ്പോൾ എങ്ങനെ വിവേചിക്കണം? അനുഭവത്തിൽ നിന്ന് വിവേചിക്കണം. ആരുടെ അനുഭവത്തിൽ നിന്ന് വിവേചിക്കണം? എൻ്റെയും നിങ്ങളുടെയും വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് വിവേചിക്കണം. അങ്ങനെ വിവേചിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ഈ ദിവസം വരെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ, എനിക്ക് നല്ലവനായി വല്ലഭനായി, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, എന്നെ നടത്തിയൊരു ദൈവമുണ്ടെന്ന് വ്യക്തിപരമായി നിന്റെ മക്കളോട് പറയത്തക്കവണ്ണം, കൂട്ടാളിയോട് പറയത്തക്കവണ്ണം, നിനക്കറിയാവുന്നവരോട് മുഴുവൻ സാക്ഷിക്കത്തക്കവണ്ണം വ്യക്തിപരമായി എനിക്കൊരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു കരമുയർത്തി സ്തോത്രം ചെയ്യാം. അങ്ങനെയുണ്ടെങ്കിൽ ആ ദൈവസന്നിധിയിൽ നിനക്ക് പാടാൻ കഴിയണം. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല, നിനക്ക് പാടാൻ കഴിയണം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനെ സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനെ സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയില്ലേ, ഇതുവരെ നിന്നെ ജയം തന്നില്ലേ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോ, സോദരങ്ങളോ അകന്നു മാറിടുമ്പോ, സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോ, സോദരങ്ങളോ അകന്നു മാറിടുമ്പോ, സ്നേഹത്താൽ വീണ്ടെടുക്കും യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. സ്നേഹത്താൽ വീണ്ടെടുക്കും യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിന്റെ സാമ്പത്തിക മേഖലകളിൽ, കുടുംബത്തിന്റെ മേഖലകളിൽ, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളിൽ ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആരാധിക്കുക. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഉയർത്തില്ലെന്ന്
തികച്ചാൽ മതിയെന്ന്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തെ സ്തോത്രം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ദൈവഹിതം അനുസരിച്ച് പോയാൽ മതിയെന്നേ. ദൈവത്തിൻ്റെ ഹിതമോ അത് തികവുള്ളതാണ്, അത് ചോദ്യം ചെയ്യാൻ ആരുമില്ല. അവൻ്റെ ഹിതമനുസരിച്ച് പോകുമ്പോൾ അവൻ്റെ വിചാരങ്ങൾ അഗാധമാണ്. അവൻ അറിയാം എങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോകണമെന്ന്. പ്രൈസ് ഗോഡ്. എങ്ങനെ കാര്യങ്ങൾ നടത്തണമെന്ന്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തെ സ്തോത്രം. പ്രൈസ് ഗോഡ്. വ്യക്തിപരമായി ഞാൻ പറയട്ടെ, ഇന്ന് സഭകൾ നടത്തുന്ന അല്ലെങ്കിൽ സഭ നേതൃത്വം വഹിക്കുന്ന 99% ദൈവദാസന്മാർക്കും അങ്കലാപ്പം ഉണ്ടാക്കുന്ന വിഷയം എന്നാണെന്നറിയാമോ? ഫിനാൻസാണ്. സഭയുടെ കാര്യങ്ങൾ നടത്താൻ പണം എവിടെ നിന്നുണ്ടാവും? പ്രൈസ് ഗോഡ്. സഭയുടെ കാര്യങ്ങൾ നടത്താൻ കാശ് എവിടെ നിന്ന് വരും? സപ്പോർട്ട് എവിടെ നിന്ന് വരും? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മുമ്പിലുള്ള പ്രോജക്റ്റുകൾ തീർക്കാൻ പണം എവിടെ നിന്ന് വരും? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾക്കറിയാലോ, ഈ ഏറ്റവും പ്രയാസമുള്ള വിഷയത്തിന് ഒരു നിമിഷം പോലും ഭാരപ്പെടാൻ നമ്മൾക്കിടയായിട്ടില്ല. അനേകരും മുക്രയിടുന്ന വിഷയത്തിന്മേൽ സന്തോഷത്തോടെ ദൈവത്തിന് പ്രതീക്ഷിച്ചുകൊണ്ട്, എൻ്റെ ദൈവം വഴി തുറക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നടത്തിയ ദൈവമുണ്ടെങ്കിൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അനേകർക്ക് സാധിക്കാത്തതിനെ സാധ്യമാക്കുന്ന ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നമ്മളെ ദൈവം, ഹല്ലേലൂയ, നടത്തും നടത്തും നടത്തും. ഈ ഹോളിന്, ഈ മൂലയ്ക്ക് പാസ്റ്റർ PV സാം കല്ലിടുമ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, 2005 ജനുവരി മാസം 1-ാം തീയതി 31-ാം തീയതി ആണ്ടർയോഗം കഴിഞ്ഞ് ഇവിടുന്ന് കല്ലിടുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഞാൻ ദാവീദേട്ടനെ നോക്കി ഉറക്കെ പറഞ്ഞു, ആമേൻ, പ്രൈസ് ഗോഡ്, ഈ വർഷത്തെ ആണ്ടർയോഗം ഇതിനകത്ത് വെച്ച് നടക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ 31-ാം തീയതി ഇതുപോലെ ഒരു ഹോള് പെന്തിക്കോസ്തുകാരന് കേരളത്തിലില്ല, നടത്തിയ ദൈവമാണ്. ഇത്രയും ആളില്ല, അന്ന് വളരെ ചുരുക്കം ആളുകളേ ഉള്ളൂ. എല്ലാവരുടെയും വരുമാനം നമുക്കറിയാം. എന്നാലും പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അവരെ കൊണ്ട് സാധിപ്പിച്ചെങ്കിൽ ഇത്രയും അധികം ആളുകളെ കൊണ്ട് ഇതിനേക്കാൾ വലുത് സാധിപ്പിക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പട്ടണത്തിൽ, കേരളത്തിൽ സുവിശേഷവുമായി നിൽക്കുവാൻ, ഈ ഭാരതത്തിൻ്റെ പ്രൈസ് ഗോഡ് സുവിശേഷ വേലയിൽ ഭാഗമാക്കാകുവാൻ ഈ സഭയെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ, ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, പാതാള ഗോപുരങ്ങൾ ജയിക്കാത്തൊരു പണിക്കാണ് നീ ഞാനും ചുമതല കൊടുക്കുന്നത്. നീ ദൈവത്തിന് വേണ്ടി നിന്ന് ദൈവത്തിന്റെ പണി നടത്തുമ്പോൾ നിന്റെ പണിയും നടത്തി തരാൻ വിശ്വസ്തനായ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ജയോത്സവമായി നടത്തുന്ന ഈ സഭയിലെ വിശ്വാസികളെ കണ്ട് സന്തോഷിപ്പാൻ എനിക്കും സന്തോഷമുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വ്യക്തിപരമായി ദൈവം ആർക്കും കടക്കാരനല്ല. ഈ ദൈവത്തെ കണ്ടുമുട്ടിയതുകൊണ്ടും ഈ ദൈവം സഹായിച്ചതുകൊണ്ടുമാണ് ഇന്നിങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരു ബോധമുള്ള കരമിരുന്ന് സ്തോത്രം ചെയ്താട്ടെ. ദൈവം ആർക്കും കടക്കാരനല്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷെ എന്ത് ചെയ്യണം? അവൻ്റെ പ്രവൃത്തികളെ വിവേചിക്കണം. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വിവേചിക്കണം, മനുഷ്യൻ്റെ പ്രവൃത്തികളെ അല്ല. അവൻ്റെ ഹൃദയം നിരൂപണങ്ങൾ എപ്പോഴും ദോഷമുള്ളത്, അവൻ്റെ ഹൃദയം കപടം നിറഞ്ഞത്, വിടക്കുകണ്ണ്, ചതി, ദുഷ്കർമ്മം എല്ലാം അവിടെ നിന്ന് വരുന്നു. അതുകൊണ്ട് മനുഷ്യൻ്റെ പ്രവൃത്തികളെ നോക്കി ഭാരപ്പെടാനല്ല, മനസ്സിരിയാനല്ല. പ്രൈസ് ഗോഡ്. എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞു, മനുഷ്യൻ്റെ പ്രവൃത്തികളെ നോക്കി മനസ്സിടിയാനല്ല നിന്നെ ഞാൻ കണ്ടിരിക്കുന്നത്, എൻ്റെ പ്രവൃത്തി നോക്കി ബലപ്പെടാൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പ്രവൃത്തി നോക്കി ബലപ്പെടാൻ കഴിവുള്ളവർ കരമുയർത്തി സ്തോത്രം ചെയ്യ്. മനുഷ്യൻ്റെ പ്രവൃത്തികളെ കണ്ട് മനസ്സിടിയാനല്ല ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ചത്. ദൈവത്തിൻ്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ ബിസിനസ്സിന് വേണ്ടി, നിന്റെ ജോലിക്ക് വേണ്ടി, നിന്റെ ആരോഗ്യത്തിന് വേണ്ടി ഇന്നും എൻ്റെ ദൈവം പ്രവർത്തിച്ചെന്ന് ഉറപ്പുള്ളവർക്ക് കരമുയർത്തി ഒരു സ്തോത്രം ചെയ്യാമോ? പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, എന്നോടുള്ള നിന്റെ ദയ എത്ര വലുത്. പ്രൈസ് ഗോഡ്. പക്ഷേ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നമ്മൾ വിവേചിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്നത്തെ സങ്കീർത്തനത്തിൽ നിന്ന്, ഹല്ലേലൂയ, നല്ലതെന്ന് പറയുന്ന 3 കൂട്ടം കാര്യങ്ങൾ, സങ്കീർത്തനക്കാരൻ നല്ലതെന്ന് പറയുന്ന 3 കൂട്ടം കാര്യങ്ങൾ നിനക്ക് നല്ലതാണോ? വായിക്കാം ആദ്യത്തെ 1 മുതലുള്ള വാക്യങ്ങൾ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവേ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വാദിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിന്റെ ദയയെയും രാത്രിതോറും നിന്റെ വിശ്വസ്തതയെയും വർണ്ണിക്കുന്നതും നല്ലത്. നല്ലത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നല്ലത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നല്ലത്. 1-ാം വാക്യം നിങ്ങൾ വായിച്ച്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും. ഇറ്റ് ഈസ് എ ഗുഡ് തിങ്. ഇറ്റ് ഈസ് എ ഗുഡ് തിങ്
പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ടു ഗിവ് താങ്ക്സ് അൺടു ദ ലോർഡ്. സ്തോത്രം ചെയ്യുന്നത് നല്ലത്. ഇന്ന് ആ നല്ലത് മനസ്സിലാക്കി ഇവിടെ ആരാധനയ്ക്ക് വന്നവർക്ക് ഒരു സ്തോത്രം പറയാം. നീ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് നിനക്ക് നല്ലത്. ആരുടെ മുഖം വാടിയിരുന്നാലും, ആരുടെ മുഖം തളർന്നിരുന്നാലും, ആർക്കല്ല എന്തെല്ലാം സംഭവിച്ചാലും, എനിക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ഈ ദൈവനെ നടത്തിയ വഴികളെ നോക്കിയിട്ട് ദൈവം നല്ലവൻ, യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് മനസ്സിലാക്കി സ്തോത്രം ചെയ്യാൻ അവന് ആത്മപ്രേരണ ലഭിച്ചിട്ടുണ്ടെങ്കിൽ കരമുയർത്തി പറ സ്തോത്രം, ഹല്ലേലൂയ. അപ്പം ഒന്നാമത്തെ ഏറ്റവും നല്ല ഒന്നാമത്തെ കാര്യം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതാണ്. അമാവാസിയിലും പൗർണമാസിയിലും കാഹളം ഊതുവാൻ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇന്ന് ആരാധനാ ദിവസമാണ്. ഇന്ന് ദൈവത്തെ ആരാധിക്കേണ്ട ദിവസമാണ്. നഷ്ടങ്ങളും കഷ്ടങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും ഓർത്ത് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അവൻ ഭാരപ്പെട്ട് നനഞ്ഞ തുണി പോലെ ഇരിക്കാനുള്ള ദിവസമല്ലെന്ന് അവൻ പ്രസംഗിക്കുന്നത് മാത്രമല്ല, അത് നമ്മളുടെ ജീവിതത്തിൽ പകർത്തുവാനും കൂടെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇന്ന് ആരാധന ദിവസമാണ്. ആരാധിക്കുമ്പോൾ എന്തിലൊക്കെ വിടുതലുണ്ട്? പറ, എന്തിലൊക്കെ വിടുതലുണ്ട്? സകലത്തിനും വിടുതലുണ്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ആരാധിക്കുമ്പോൾ വിടുതലുണ്ടെന്ന് പറഞ്ഞ ദൈവമേ, വിടുതൽ വിടുതൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ നിലവാരങ്ങളിലേക്കും ആത്മീയത്തിലേക്കും ഭൗതികത്തിലേക്കും അയക്കണമേ. കൂട്ടമായിട്ട് യാത്ര ചെയ്യുമ്പോഴേ എല്ലാവർക്കും മന്ന കിട്ടും. അതെന്തുകൊണ്ടെന്നറിയാമോ? എന്തുകൊണ്ടാ? ഇസ്രായേൽ മക്കളിൽ കൂടെ പോകുന്ന എല്ലാവർക്കും മന്ന കിട്ടും. എന്തുകൊണ്ടാ? ദൈവം നടത്തുന്ന കൂട്ടത്തിനകത്ത് നിൽക്കുന്നത് കൊണ്ട്. എല്ലാവർക്കും കാടപ്പക്ഷി പിടിച്ചെടുക്കാം. എന്തുകൊണ്ട്? ഈ കൂട്ടത്തിനകത്ത്, ദൈവം നടത്തിക്കൊണ്ടു പോകുന്ന കൂട്ടത്തിനകത്ത് നിൽക്കുന്നത് കൊണ്ട്. ഞാൻ ഈ കൂട്ടത്തിനകത്താണെന്ന് വിശ്വസിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യാം. കോരഹിനും അബീരാമിനും ദാഥാനും കാടപ്പക്ഷി പിടിക്കാം, അവർക്ക് മന്ന പെറുക്കാം, ചുട്ടടിച്ച് തിന്നാം. പ്രൈസ് ഗോഡ്. മരുഭൂമിയിൽ തൻ്റെ ജനത്തിനു വേണ്ടി പിളർന്ന പാറയിൽ നിന്ന് വെള്ളം മതിയാകോളം കോരി കുടിക്കാം, കുളിക്കാം, കൈയും കാലും കഴുകാം, തുണി അലക്കാം. പ്രൈസ് ഗോഡ്. എന്തുകൊണ്ട്? മിസ്രൈമിൽ നിന്ന് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ വാഗ്ദത്ത ദേശത്തേക്ക് പോകുന്ന കൂട്ടത്തിലായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിൽ ഇസ്രായേൽ മക്കൾ മാത്രമല്ലായിരുന്നു. നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കി അറിയാം. ഒരു വലിയൊരു സമ്മിശ്ര ജാതി എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെടാത്തവനും ഉണ്ടായിരുന്നു. സമ്മിശ്ര ജാതി. പിന്നത്തേത് നിങ്ങൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: പിന്നെ ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിൽ സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി പാപം ചെയ്തു. ഹല്ലേലൂയ. പിന്നെ സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി പാപം ചെയ്തു. ആ വാക്യം കിട്ടാമെന്ന് എടുത്തിട്ട് 14 വാക്യത്തിലുണ്ട്. സംഖ്യ 11:4. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി. പിന്നെ അവരുടെ ഇടയിലുള്ള, ആരുടെ ഇടയിലുള്ളത്? ദൈവമക്കളായിരിക്കുന്ന ഇസ്രായേലിന്റെ കൂടെയുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കളും വീണ്ടും കരഞ്ഞും കൊണ്ട്, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും? ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. മിസ്രൈമിൽ വെച്ചുള്ള തീറ്റ ഓർക്കുന്ന ഒരു കൂട്ടമുണ്ടായിരുന്നു. അവർക്കും കിട്ടി മഞ്ഞ, അവർക്കും കിട്ടി കാടപ്പക്ഷി, അവർക്കും കിട്ടി അഗ്നിസ്തംഭം, അവർക്കും കിട്ടിയ മേഘത്തണൽ, അവർക്കും കിട്ടിയ പാറയിൽ നിന്ന് തുടരുന്ന വെള്ളം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അപ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തതയിലൊരു ഭാഗമാണ് താൻ നടത്തിക്കൊണ്ടുപോകുന്ന കൂട്ടത്തെ പരിപാലിക്കുക. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ ഭാഗമാണ് താൻ നടത്തിക്കൊണ്ടുപോകുന്ന കൂട്ടത്തെ പരിപാലിക്കുക. എങ്ങനെ പരിപാലിക്കുക? കാൽ വീങ്ങാതെ, ചെരുപ്പ് തേയാതെ, പ്രൈസ് ഗോഡ്, വസ്ത്രം ജീർണിക്കാതെ, പാറയിലെ തേൻ കൊണ്ട് പോഷിപ്പിച്ച്, മന്നയും കാടപ്പക്ഷിയും വർഷിപ്പിച്ച്,
ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തത അനുഭവിച്ചിട്ടുള്ളവർ കരമുയർത്തി സ്തോത്രം ചെയ്തവനെ ആരാധിക്കാം. ഇസ്രായേലേ, നിന്റെ ലക്ഷ്യം എന്തെന്നറിയാമോ? നിന്നെ നല്ലൊരു ദേശത്തേക്കല്ലോ കൊണ്ടുപോകുന്നത്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, അത്തിവൃക്ഷവും മാതളനാരകവും മുന്തിരിയും തള്ളിയുള്ള ദേശത്തേക്ക്. ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച ഓർപ്പിച്ചതുപോലെ എസ്കോൽ താവരയിൽ താഴ്വരയിൽ നിന്ന് പറിച്ചെടുത്ത ഒരു മുന്തിരി, അവൻ അതിന്റെ കൊലയോടെ പറിച്ചെടുത്ത മുന്തിരി വള്ളി രണ്ടുപേർ കൂടി ചുമക്കത്തക്കവണ്ണം, തണ്ടിന്മേൽ കെട്ടി ചുമക്കത്തക്കവണ്ണം ഉള്ള മഹത്തായ ഹല്ലേലൂയ ദൈവം അനുഗ്രഹിച്ച ദേശത്തേക്ക് നിന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഒരു സ്തോത്രം പറ. അവന്റെ പ്രവൃത്തി വലിയത്, എന്നോടുള്ള അവന്റെ ദയ വലിയത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പലപ്പോഴും ദൈവമക്കളുടെ ആത്മീയ നഷ്ടപ്പെടുന്നത് എവിടാണെന്നറിയാമോ? എപ്പോഴാണെന്നറിയാമോ? ദൈവം എന്നെ ജയോത്സവമായിട്ട് ദൈവം നടത്തുമ്പോൾ ഞാൻ അന്യൻ്റെ കാര്യം അന്വേഷിക്കാൻ പോകുമ്പോഴാണ് ആത്മീയം. നിന്നെ നടത്തുന്ന ദൈവം നിനക്ക് വിശ്വസ്തനാണെങ്കിൽ ആ ദൈവത്തെ സേവിക്കുക. ഇത് വയലത്തിൽ അവറാച്ചായൻ ഒരു കൺവെൻഷനിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം ഒരാൾ ചോദിച്ചു, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, യോഗത്തിൻ്റെ ഇടയ്ക്ക് ചോദിച്ചു, കയ്യിന് എവിടെ നിന്ന് ഭാര്യയെ കിട്ടി? പ്രൈസ് ഗോഡ്. സത്യം പറഞ്ഞാൽ വയലത്തിൽ അവറാച്ചാൻ അതിൻ്റെ ആൻസർ അറിയത്തില്ല, പറയാൻ അറിയത്തില്ല. പക്ഷെ പെട്ടെന്ന് താൻ പറഞ്ഞറിയാമോ, കയ്യിന് എവിടെ നിന്ന് ഭാര്യയെ കിട്ടി? ചോദ്യത്തിന് മറുപടി, വല്ലവൻ്റെയും ഭാര്യയുടെ കാര്യം അന്വേഷിക്കാൻ നീ ആരാടാ? ഇരിടാ അവിടെ. പ്രൈസ് ഗോഡ്. തൽക്കാലം ദൈവമക്കളെ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എന്നെ നടത്തിയൊരു ദൈവമാണെന്ന് എത്ര പേർക്കറിയാം? എന്നെ സഹായിച്ചൊരു ദൈവമാണെന്ന് എത്ര പേർക്കറിയാം? വെറും പ്രദേശത്ത് ആരുടെയും കണ്ണിന് അലിവ് തോന്നാതെ കണ്ട് ഞാൻ തളർന്ന് കിടന്നപ്പോൾ, പ്രൈസ് ഗോഡ്, ഇന്ന് അഭിപ്രായം പറയത്തക്കവണ്ണം ഒരു പ്രമാണിയാക്കി എന്നെ മാറ്റിയത് ദൈവ കൃപയാണെന്ന് മനസ്സിലാക്കി സ്തോത്രം ചെയ്യ്. ഇന്ന് നിന്റെ അഭിപ്രായത്തിന് വിലയുണ്ട്. ഇന്ന് നീ പറഞ്ഞാൽ വിലയുണ്ട്. നീ എന്തെങ്കിലും ചെയ്താൽ വിലയുണ്ട്. കാരണം വിലയില്ലാത്ത അവസ്ഥയിൽ നിന്ന് എന്നെയും നിന്നെയും വിലയുള്ളവനായി മാറ്റിയ ഒരു ദൈവമുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട് അവൻ ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഉടുക്കാനും ഉണ്ണാനും ഒന്നുമില്ലാതെ വഴിയാധാരമായി നടക്കുന്ന ഒരുത്തൻ പറഞ്ഞ വല്ലവരും കേൾക്കൂ? സ്വന്തം വീട്ടിൽ കേൾക്കത്തില്ല. ജോലിയും നഷ്ടപ്പെട്ട്, എല്ലാം നഷ്ടപ്പെട്ട്, ആരോഗ്യം നഷ്ടപ്പെട്ട്, പ്രൈസ് ഗോഡ്, അല്ലെങ്കിൽ ഒന്നുമില്ലാത്തവനായിരിക്കുന്ന ഒരുവൻ സ്വന്തം വീട്ടിൽ പറഞ്ഞാൽ മറ്റൊരു കേൾക്കത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട്, എല്ലാം തകർന്ന് അനുഭവത്തിൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, തുടർന്നിരുന്നെങ്കിൽ എന്നെ അനുസരിക്കാൻ എൻ്റെ വീട്ടിൽ പോലും ആൾ കാണത്തില്ലായിരുന്നു. ആ സ്ഥാനത്ത് ഇന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നാലും, 4 പേരുടെ മുമ്പിൽ നിന്നാലും, സഭയിൽ വന്നാലും, എവിടെ പോയാലും നീ എന്തെങ്കിലും പറഞ്ഞാൽ അത് ശ്രദ്ധിക്കത്തക്കവണ്ണമുള്ള ഒരു പ്രമാണിത്വം, ഒരു ഉയർച്ച, ഒരു സ്ഥാനം, ഒരു പേഴ്സണാലിറ്റി, ഒരു അനുഭവം, ഒരു അവസ്ഥ, ഒരു പദവി ഏതെങ്കിലും നിലവാരത്തിൽ ഇന്ന് പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ കരമുയർത്തി സ്തോത്രം ചെയ്യ്. ഇത് ദൈവമാണ് തന്നതെങ്കിൽ നിന്റെ തലമുറയെ ഉയർത്തിയത്, നിന്റെ കുടുംബത്തെ ഉയർത്തിയത്, നിന്റെ സഭയെ ഉയർത്തിയത്, നിന്റെ ജോലിയെ ഉയർത്തിയത്, നിന്റെ ബിസിനസിനെ ഉയർത്തിയത്, നിന്റെ ശുശ്രൂഷ ഉയർത്തിയത്. ഈ പുസ്തകം കൂടെ എത്ര പേര് എവിടെയൊക്കെ നടക്കുന്നു, കേൾക്കാൻ 10 പേരില്ലാതിരിക്കുമ്പോൾ നിന്റെ മുമ്പിൽ ജനത്തെ കൊണ്ടുവന്ന് നീ പഠിപ്പിക്കുന്നത്, നീ പ്രസംഗിക്കുന്നത് കേൾക്കത്തക്കവണ്ണം ശുശ്രൂഷയെ മാനിച്ചത് ദൈവമല്ലാതെ ആരുമല്ലെന്ന് വിശ്വസിച്ചൊരു സ്തോത്രം ചെയ്യ്. ഇന്ന് നമ്മൾ പറഞ്ഞാൽ കേൾക്കാൻ ആളുണ്ട്, പരത്താൻ ആളുണ്ട്, അത് ഏറ്റു പറയാൻ ആളുണ്ട്. വൈ? എന്നെ ദൈവം ഒരു നല്ല സ്ഥാനത്ത്, ഒരു പദവിയിൽ എത്തിച്ചത് കൊണ്ട്. ആരെത്തിച്ചു? ഇപ്പോൾ അഭിപ്രായം പറയാനുള്ള പദവി ആര് തന്നു? നീ പറയുന്ന അഭിപ്രായം മറ്റുള്ളവർ ശ്രദ്ധിക്കത്തക്കവണ്ണം ഒരു പദവി ആര് തന്നു? ആമേൻ, പ്രൈസ് ഗോഡ്. സ്വന്തം വീട്ടുകാർക്കും നാട്ടുകാർക്കും ആമേൻ കൊള്ളരുതാത്തവനും വേണ്ടാത്തവനുമായി നടന്ന സ്ഥാനത്ത് നിന്നല്ലേ, തള്ളയാടുകളെ മേയ്ക്കുന്ന അനുഭവത്തിൽ നിന്ന്, അപ്പനും അമ്മയും ഉപേക്ഷിച്ച സ്ഥാനത്ത് നിന്ന് എന്നെ ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ചെന്ന് ഇസ്രായേലിന് രാജാവാക്കി, ഇസ്രായേലിന് തലവനാക്കി. ആ ദൈവപ്രവൃത്തി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പം ദൈവത്തിന് സ്തോത്രം. നമ്മൾ അനുഭവിക്കുന്ന നന്മ, നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹം, നമ്മൾ അനുഭവിക്കുന്ന പദവി, നമ്മൾ അനുഭവിക്കുന്ന സ്ഥാനമാനങ്ങൾ, എന്തിന്? നമ്മൾ അനുഭവിക്കുന്ന ആരോഗ്യം. കർത്താവിനെ കണ്ടുമുട്ടിയ നാൾ മുതൽ അവനോട് പ്രാർത്ഥിച്ചത് കൊണ്ട് എനിക്ക് ആരോഗ്യപരമായൊരു ജീവിതം, ആരോഗ്യമുള്ളൊരു ശരീരം കർത്താവ് തന്നിട്ടുണ്ടെന്ന്. അത് രോഗം, പണ്ട് രോഗമായിരുന്നു, അല്ലെങ്കിൽ ഇടക്കാലത്ത് രോഗം വന്നു,
പക്ഷെ കർത്താവ് എനിക്ക് സൗഖ്യം തന്നെ ഇന്ന് ഇരുത്തിയിട്ടുണ്ടെന്ന് അനുഭവമുള്ള കരം ഒരു സ്തോത്രം ചെയ്യാമോ? പോരെ? മരുന്നിനും ഡോക്ടർമാർക്കും ആസ്പത്രികൾക്കും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുമായിരുന്നു? ഇല്ല. ഈ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ അടുത്ത് ചോദിക്കട്ടെ, നമ്മളെ ഇത്രയും സഹായിച്ചത് ഞാൻ പെർഫെക്റ്റ് ആയതുകൊണ്ടാണെന്ന് ഉറപ്പുള്ളവർ കാര്യം ഒരു സ്തോത്രം ചെയ്യാം. എൻ്റെ കയ്യിൽ ഒരു കുറ്റവും ഇന്നുവരെ ഉണ്ടായിട്ടില്ല, ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിമാനായിരുന്നു. അതുകൊണ്ടാണ് എന്നെ ദൈവം സഹായിച്ചത്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവൻ, പക്ഷേ രക്ഷിക്കപ്പെട്ട ശേഷം ഇന്ന് വരെ ഞാൻ ദൈവത്തെ കോപിപ്പിച്ചില്ല, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടില്ല എന്ന് പറയാമെങ്കിൽ ഒരു സ്തോത്രം പറ. ഇല്ല. നിന്നോട് കനിവ് കാണിച്ചില്ലേ? നിന്നോട് കനിവ് കാണിച്ചില്ലേ? 10,000 താലന്ത് ഇഴച്ചു തന്നില്ലേ? വ്യക്തിപരമായി ഇളച്ചു തന്നില്ലേ? നിന്റെ കുടുംബപരമായി ഇളച്ചു തന്നില്ലേ? നീ അനുഭവിക്കുന്ന നഷ്ടങ്ങൾ മാറ്റി തന്നില്ലേ? നീ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ മാറ്റി തന്നില്ലേ? പ്രൈസ് ഗോഡ്. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. പ്രൈസ് ഗോഡ്. ദൈവം എന്നെ സഹായിച്ചു, ദൈവം എന്നെ വിടുവിച്ചു. ഇപ്പോഴും ദൈവം എന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹം, ആ ദൈവസ്നേഹം പോയി പോകാതിരിക്കാൻ മാത്രം സൂക്ഷിക്കണം. ഒന്നും വേറെ വേണ്ട. ദൈവസ്നേഹം കിട്ടിയേക്കുന്നത് വെളി പോകല്ലേ, പുറത്തു പോകല്ലേ, അത് നഷ്ടപ്പെട്ടു പോകല്ലേ. പ്രൈസ് ഗോഡ്. അതിനെന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ പ്രവൃത്തികൾ. ഇനി നല്ലതായിട്ട് 3 കാര്യങ്ങളാണ്. ഒന്ന്, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. എന്തൊക്കെ തന്നാലും എന്തൊക്കെ നഷ്ടം വന്നാലും ഇന്ന് ഞാൻ ദൈവത്തെ ആരാധിച്ച് ഇവിടുന്ന് പോകത്തുള്ളെന്ന് മാമൻ കരുതി വന്നൊരു കരമൊരുത്തി സ്തോത്രം ചെയ്യാം. ആരാധന കൈക്കൊള്ളുകയോ കൈക്കൊള്ളാതിരിക്കുന്ന ദൈവത്തിൻ്റെ പരിപാടിയാണ്. മനസ്സിലായോ? 2 പേരും യാഗം നടത്തി. കയ്യിനും യാഗം നടത്തി, ഹാബേലും യാഗം നടത്തി. ദൈവം ആരുടെ യാഗത്തിൽ പ്രസാദിച്ചു? ഹാബേലിൻ്റെ യാഗത്തിൽ പ്രസാദിച്ചു. നിന്റെ യാഗത്തിൽ പ്രസാദിച്ച അത് മതിയെന്ന്. എൻ്റെ യാഗത്തിൽ, എൻ്റെ സ്തോത്രത്തിൽ, എൻ്റെ ആരാധനയിൽ എൻ്റെ ദൈവം പ്രസാദിക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് സ്തോത്രം ചെയ്യാം. കയ്യിൻ്റെ ആരാധനയുടെ വിഷയം ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവം കൈകാര്യം ചെയ്യും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം ചെയ്യുന്നത് നല്ലത്. പിന്നെ രണ്ടാമത്തെ വിഷയം കീർത്തിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സിംഗിങ് പ്രൈസ് അൺടു ദ ലോർഡ്, അൺടു ദ നെയിം ഓഫ് ദ ലോർഡ്. രണ്ടാമത്തെ നല്ല കാര്യം എന്താ അറിയാമോ? കർത്താവിൻ്റെ നാമത്തെ കീർത്തിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി, ഇന്ന് പകല് ഈ രണ്ടാമത്തെ കാര്യം നല്ലതാണെന്ന് മനസ്സിലാക്കിയവർക്ക് ഒരു സ്തോത്രം ചെയ്യാം. പ്രൈസ് ഗോഡ്. മൂന്നാമത്തെ കാര്യം, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 3-ാം വാക്യം. രാവിലെ നിന്റെ ദയയെയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയെയും വർണ്ണിക്കുന്നതും നല്ലത്. അപ്പൊ വർണ്ണിക്കുന്നത്, സ്തോത്രം ചെയ്യുന്നത്, കീർത്തിക്കുന്നത്, വർണ്ണിക്കുന്നത്, ഈ 3 കാര്യമാണ് നല്ലത്. ഈ 3 കാര്യം നീ ചെയ്യേണ്ടതുപോലെ ചെയ്താൽ ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കും. നിത്യതയിൽ നീ ദൈവത്തെ ആരാധിച്ചിരിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തെ സ്തോത്രം. രാവിലെ നിന്റെ ദയയും രാത്രിയോളം നിന്റെ വിശ്വസ്തതയും. ഇന്ന് രാവിലെ ദൈവം എനിക്ക് നല്ലവൻ, അവൻ്റെ ദയ എന്നേക്കും ഇവിടുന്ന് പാടിയതല്ല, എന്നോടുള്ള നിന്റെ ദയ വലിയെന്ന് പാടിയതല്ല, അത് അങ്ങനെ തന്നെയാണെന്ന് ബോധ്യമുള്ളവർക്കൊരു സ്തോത്രം ചെയ്യാം. പ്രൈസ് ഗോഡ്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണല്ലോ ഈ സ്തോത്രം പറയുന്നല്ലേ? മനസ്സിലാക്കിയാണല്ലോ, ഗ്രഹിച്ചിട്ടാണല്ലോ, അറിഞ്ഞുകൊണ്ടാണല്ലോ. അങ്ങനെ ഇന്നും എൻ്റെ ദൈവത്തിൻ്റെ ദയയാണ് എന്നെ നിർത്തിയിരിക്കുന്ന ഉറപ്പുള്ള ഒരു സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ ദയ നോട്ട് ബൈ മെറിറ്റ്സ് ബട്ട് ബൈ ഗ്രേസ്. ഒരു 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 പ്രശംസിക്കാൻ ഒന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ പ്രശംസിക്കുന്നെങ്കിൽ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും എനിക്ക് പ്രശംസിപ്പാനില്ല. കാരണം ആ ക്രൂശിലാണ് എൻ്റെ പാപത്തെ തീർത്തത്, ആ ക്രൂശിലാണ് എൻ്റെ രോഗത്തെ വഹിച്ചത്, ആ ക്രൂശിലാണ് എന്നെ നിന്ന വഹിച്ചത്, ആ ക്രൂശിലാണ് സകല നിവൃത്തിയായെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം തോളിൽ തല ചായ്ച്ചുകൊണ്ട് എൻ്റെ യേശു പ്രാണനെ വിട്ടത് ആ ക്രൂശിലാണ്. അതിലല്ലാതെ എനിക്കൊന്നിനും പ്രശംസിക്കാനില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പം 3 കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നല്ലത്: സ്തുതിക്കുന്നത്, കീർത്തിക്കുന്നത്, അവൻ വർണ്ണിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇനി ദൈവത്തിന് സ്തോത്രം. 4-5 വാക്യം. യഹോവേ, നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. കാരണം ഈ ദൈവത്തെ സ്തുതിക്കുകയും വർണ്ണിക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്നുള്ള കാരണം എന്നറിയാമോ? നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കും. ഞാൻ ചോദിക്കട്ടെ, ദൈവം പ്രവർത്തിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കും ദുഃഖം ഉണ്ടായിട്ടുണ്ടോ? ദൈവം നിന്നെ ദുഃഖിപ്പിച്ചിട്ടുണ്ടോ? കേട്ടപ്പോൾ എല്ലാവരും ഇല്ലാതിരിക്കുമ്പോൾ തോന്നുന്നു ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ടോ? ദൈവത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് സന്തോഷിപ്പിച്ചിട്ടുണ്ടോ? നിന്നെ സന്തോഷിപ്പിച്ചിട്ടുണ്ടോ? എന്നാലും സന്തോഷത്തോടെ ഒരു സ്തോത്രം പറ.
ദൈവം തൻ്റെ പ്രവൃത്തി കൊണ്ട് നിന്നെ സന്തോഷിപ്പിച്ചു. കഴിഞ്ഞ നാളുകൾ അനേക സമയങ്ങളിൽ കടന്നു വന്ന് അവൻ്റെ പ്രവൃത്തി കൊണ്ട് നിന്നെ സന്തോഷിപ്പിച്ചു, നിന്റെ കുടുംബത്തിൽ സന്തോഷിപ്പിച്ചു, തലമുറയെ സന്തോഷിപ്പിച്ചു, നിന്നെ സന്തോഷിപ്പിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവം സന്തോഷിപ്പിച്ചു തൻ്റെ പ്രവൃത്തി കൊണ്ട് എന്നെ. അതിനകത്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് സന്തോഷിപ്പിക്കുന്നു? ഒന്ന് പറഞ്ഞാട്ടെ, എന്തുകൊണ്ട് സന്തോഷിപ്പിക്കുന്നു? പ്രവൃത്തി കൊണ്ട്. ബാക്കി സകലരും വാക്കുകൊണ്ട് സന്തോഷിപ്പിക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് വാക്കിനേക്കാൾ കൂടുതൽ പ്രവൃത്തി കൊണ്ടാണ് അവൻ നിന്നെ സന്തോഷിപ്പിക്കുന്നത്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പ്രവൃത്തി, യേശുവിൻ്റെ പ്രവൃത്തി, ഉടബല ഹതുര ജമനക രഗത ജലബല ഹത്തൽ കൗഡേ, എന്നെ സന്തോഷിപ്പിക്കത്തക്കവണ്ണം പുറപ്പെടണമേ, എന്നെ സന്തോഷിപ്പിക്കത്തക്കവണ്ണം നടക്കണമേ. പ്രാർത്ഥിക്ക്, ആരാധിച്ച് പറ, എൻ്റെ ദൈവമേ, നിന്റെ പ്രവൃത്തി എന്നെ സന്തോഷിപ്പിക്കത്തക്കവണ്ണം. അനേകരും വാക്കുകൊണ്ട് സന്തോഷിപ്പിക്കുമ്പോൾ ഹല്ലേലൂയ നിന്റെ പ്രവൃത്തി കൊണ്ട്. ഇനി ഒരു പടി കൂടെ കടന്ന് ഞാൻ പറയട്ടെ. ചിലർ വാക്കുകൊണ്ട് പോലും സന്തോഷിപ്പിക്കത്തില്ല. വാക്കുകൊണ്ട് നിന്നെ മുറിപ്പെടുത്തുമ്പോൾ നിന്റെ ഹൃദയത്തെ മുറിവ് കെട്ടി ആശ്വസിപ്പിച്ച് നിന്റെ ഹൃദയത്തിന് സന്തോഷവും തണുപ്പും തരത്തക്കവണ്ണം ഒരു പ്രവൃത്തി വെളിപ്പെടുത്താൻ ദൈവത്തിന് കഴിയുമോ? കഴിയും. നിന്റെ ഹൃദയത്തെ മുറിപ്പെടുത്തി വാക്കുകൊണ്ട് മുറിപ്പെടുത്തി നിന്റെ സന്തോഷം കെടുത്തുമ്പോൾ, ആമേൻ, വാക്കുകൊണ്ട് സന്തോഷം കെടുത്തിയാൽ പ്രവൃത്തി കൊണ്ട് സന്തോഷിപ്പിക്കാൻ. വാക്കുകൊണ്ട് സന്തോഷം കെടുത്തുമ്പോൾ, വാക്കുകൾ കൊണ്ട് സന്തോഷം കെടുത്തുമ്പോൾ പ്രവൃത്തി കൊണ്ട് സന്തോഷിപ്പിക്കാം. ആമേൻ. പണ്ടൊരു ഭക്തൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ ആദ്യം പറഞ്ഞത് ശരിക്കും മാനസാന്തരപ്പെട്ടവനല്ല. ഇങ്ങനെ വഴക്ക് മൂടി വന്നപ്പം ഇപ്രകാരം പറഞ്ഞു. മറ്റേ പാടി ചീത്ത വിളിക്കുക ഭക്തനെ. ഭക്തൻ അവസാനം പറഞ്ഞ നിയമം, നീ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, ഒരു കുഴപ്പവുമില്ല, എന്ത് വേണേ പറഞ്ഞു, പക്ഷെ എൻ്റെ ദേഹത്ത് തൊട്ടാൽ വിവരം അറിയും. മനസ്സിലായി? പ്രൈസ് ഗോഡ്. എന്ത് വേണേ പറഞ്ഞു, പക്ഷെ എൻ്റെ ദേഹത്ത് തൊട്ടാൽ വിവരം അറിയുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, പ്രൈസ് ഗോഡ്, 35-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം എത്ര പേർക്കറിയാം? സങ്കീർത്തനം 35-ന്റെ 1. യഹോവേ, എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ, എന്നോട് പൊരുതുന്നവരോട് പൊരുതണമേ. എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ, എന്നോട് പൊരുതുന്നവനോട് പൊരുതണമേ. നിനക്ക് വേണ്ടി വാദിക്കുന്ന ഒരു വക്കീല്, നിനക്ക് വേണ്ടി പൊരുതുന്ന സൈന്യാധിപൻ, സൈന്യങ്ങളുടെ അധിപനാണെന്ന് കർത്താവ് പറയുന്നത്, സൈന്യങ്ങളുടെ ദൈവമാണെന്ന് പറയുന്നത് വെറുതെയല്ല. നിന്നോട് പൊരുതുന്നവരോട് പൊരുതുവാൻ. പ്രൈസ് ഗോഡ്. നിനക്ക് വേണ്ടി സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുന്നവൻ വെറുതെയല്ല, നിനക്ക് വേണ്ടി വാദിക്കുവാൻ. ഇന്ന് പകൽക്കാലം കർത്താവേ, എനിക്ക് വേണ്ടി വാദിക്കണമേ, എനിക്ക് വേണ്ടി പൊരുതണമേ. ആഗ്രഹിക്കുന്നവർ കരമുയർത്തി സ്തോത്രം ചെയ്ത് പറ, എനിക്ക് വേണ്ടി വാദിക്കണമേ, എനിക്ക് വേണ്ടി പൊരുതണമേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ഗോഡ്. ദാവീദ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, കരടിയോട് യുദ്ധം ചെയ്തു, സിംഹത്തോട് യുദ്ധം ചെയ്തു, ഗോലിയാത്തിനോട് യുദ്ധം ചെയ്തു. അതിനുശേഷം ഫെലിസ്ത്യറിന് മൊത്തം, ആമേൻ, ഹല്ലേലൂയ, കീല നിവാസികളോട്, ദൈവസ്തോത്രം, മിദ്യാന്യരോട്, ഇസ്രായേലിനെ അടക്കി വാണ്ടിരുന്ന ജാതികളോട് യുദ്ധം ചെയ്തു. ഒടുവിൽ ദൈവത്തിന്റെ സ്തോത്രം, അബ്ശാലോമിന്റെ വിഷയം വന്നപ്പോൾ അഹൂശായി പറയുന്ന ആലോചന എന്നാണെന്നറിയാമോ? നിന്റെ അപ്പൻ യോദ്ധാവാകുന്നു, നിന്റെ അപ്പൻ യോദ്ധാവാകുന്നു. ഈ പുള്ളി എവിടാ യുദ്ധം പഠിച്ചെന്ന് ഒരിടത്തും വായിക്കുന്നില്ല, ആരും അവനെ പഠിപ്പിച്ചാലും വായിക്കുന്നില്ല. പക്ഷെ ദാവീദ് സ്വയം പറയുന്നുണ്ട്, നീ യുദ്ധത്തിനായി എൻ്റെ കൈകളെ, പോരിനായി എൻ്റെ വിരലുകളെ അഭ്യസിപ്പിക്കുന്ന ദൈവമാണ്. നിന്നെ പഠിപ്പിക്കുന്നതും നിന്നെ അഭ്യസിപ്പിക്കുന്നതും ദൈവമാണെന്ന് മനസ്സിലാക്കിയാൽ, ദാവീദേ, നിനക്കെതിരെ നിൽക്കുന്ന 1000 സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. നീ എൻ്റെ കൂടെ ഇരിക്കുന്നുവല്ലോ. എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ദാവീദിന്റെ അനുഭവം അതായിരുന്നു. അതുകൊണ്ട് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, ദൈവത്തിന്റെ സ്തോത്രം, എന്നെ സന്തോഷിപ്പിക്കുന്നു. ഇന്ന് പകല് പ്രാർത്ഥിക്കുക, കർത്താവേ, നിന്റെ പ്രവൃത്തികൾ കൊണ്ട്
എന്നെ സന്തോഷിപ്പിക്കണമേ. അനേകർ വാക്കുകൊണ്ട് പോലും സന്തോഷിപ്പിക്കാതിരിക്കുമ്പോൾ നിൻ്റെ പ്രവൃത്തികൾ കൊണ്ട് സന്തോഷിപ്പിക്കണമേ. പ്രവൃത്തികൾ കൊണ്ട് സന്തോഷിപ്പിക്കണമേ. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ദൈവജനത്തെ സന്തോഷിപ്പിക്കുന്ന, ദൈവമക്കളെ സന്തോഷിപ്പിക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ I command in the name of Jesus, ശത്രുവിൻ്റെ എല്ലാ അടവുകളും മാറിപ്പോകട്ടെ. ശത്രുവിൻ്റെ എല്ലാ തന്ത്രങ്ങളും മാറിപ്പോകട്ടെ. കർത്താവേ, നിന്റെ പ്രവൃത്തി യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ദൈവപ്രവൃത്തി, ദൈവപ്രവൃത്തി, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഉടവല കദര ജബല രഗദ ജലപര മണ്ഡല ഭൗടക ജഗല. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. നിന്റെ ജനത്തിന് വേണ്ടി, നിന്റെ ജനത്തിന് വേണ്ടി ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഉടവല കദര ജലമ. മനുഷ്യന്റെ പ്രവൃത്തിയല്ല, മനുഷ്യന്റെ പ്രവൃത്തിയല്ല, പ്രസ്ഥാനങ്ങളുടെ പ്രവൃത്തിയല്ല, മറ്റു ഒരു പ്രവൃത്തിയുമല്ല. ദൈവപ്രവൃത്തി, ദൈവപ്രവൃത്തി, ദൈവപ്രവൃത്തി. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആമേൻ. കാരണം അവന്റെ പ്രവൃത്തി തികവുള്ളത്. ഡൂയിങ്സ് ഓഫ് ഗോഡ് ഈസ് പെർഫെക്റ്റ്. ദൈവത്തിന്റെ പ്രവൃത്തി തികവുള്ളത്. അത് വെളിപ്പെടണം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. സത്യം പറഞ്ഞാലും നുണ പറഞ്ഞാലും ആർക്കറിയാം? ദൈവത്തിനറിയാം. ആരെന്ത് പറഞ്ഞാലും ആർക്കറിയാം? ദൈവത്തിനറിയാം. ദൈവത്തിന് എന്തറിയാം? സത്യമറിയാം. അതോടൊപ്പം എന്തറിയാം? നുണയും അറിയാം. നല്ല വാക്ചാതുര്യമുണ്ടെങ്കിൽ ആരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കാം. പ്രൈസ് ഗോഡ്. ദൈവത്തിനറിയാം എന്താണ് ശരി, എന്താണ് തെറ്റ്. അവൻ പ്രവർത്തിക്കും. ദൈവം പ്രവർത്തിക്കും. നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്ന് ഉറപ്പോടെ സ്തോത്രം ചെയ്യും. യെസ്. ഹദുരക ജഗരക ജഗര അർദുല ബൗഡേ ശകതക ജഗല. ഹല്ലേലൂയ. ദൈവം പ്രവർത്തിക്കും യേശുവിന്റെ നാമത്തിൽ. ദൈവവൈദ്യലെ നീ ഭാരപ്പെടല്ലേ, ദൈവവൈദ്യലെ നീ ഭാരപ്പെടല്ലേ. യേശു പ്രവർത്തിക്കും. ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. നിങ്ങൾ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, കാത്തിരുന്ന് കാണണം ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. ഹല്ലേലൂയ. ലോകം മുഴുവനും പ്രസിദ്ധമാകത്തക്കവണ്ണം ദൈവത്തിൻ്റെ അനുഗ്രഹ പ്രവൃത്തി വെളിപ്പെടുത്തുമ്പോൾ തന്നെ പ്രൈസ് ഗോഡ്, കേൾക്കുന്നവൻ്റെ ചെവി രണ്ടും മുഴങ്ങത്തക്കവണ്ണം അവൻ്റെ ശിക്ഷയുടെ പ്രവൃത്തിയും വെളിപ്പെടും. പ്രൈസ് ദൈവത്തിൻ്റെ നീതിയാണ്. പ്രൈസ് ഗോഡ്. പക്ഷേ ഹല്ലേലൂയ, അവന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ രോഗോപശാന്തിയോടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. ആ തുള്ളിച്ചാടി അവനെ ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ, നല്ലത് മനസ്സിലാക്കി അവൻ ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഞാനും 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 എൻ്റെ കുടുംബവും ഹല്ലേലൂയ ഹല്ലേലൂയ കാണുമെന്ന്. പ്രൈസ് ഗോഡ്. മലാഖി 4-1 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. പിന്നെ വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അടുത്തത്, എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ. അവിടെ നിർത്തിക്കോട്ടെ. ദൈവത്തിന്റെ നാമത്തെ ഭയപ്പെടുന്ന എത്ര പേരിനകത്തുണ്ട്? എന്റെ നാമത്തെ ഭയപ്പെടുന്ന എത്ര പേരിനകത്തുണ്ട്? യേശുവിന്റെ നാമത്തെ ഭയപ്പെടുന്നവർ കരമുയർത്തി സ്തോത്രം പറയാമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കോ,
നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. തീർന്നില്ല. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. ഞങ്ങൾ തുള്ളിച്ചാടുന്നവരുടെ കൂട്ടത്തിൽ പുറപ്പെട്ട പശുക്കിടാക്കളെ പോലെ, തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. ആമേൻ. അങ്ങനെ തുള്ളിച്ചാടിക്കുന്ന ആരെയാ? ദൈവനാമത്തെ ഭയപ്പെടുന്നവർ. ദൈവത്തെ ഭയപ്പെടുന്നവരുണ്ടോ? അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവഭയമില്ലാത്തവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. അത് ഭയങ്കര ധാരണമായിട്ട് ദൈവം പ്രവർത്തിക്കുന്നു. ഈ രണ്ട് പ്രവൃത്തികളും വെളിപ്പെടും. കഴിഞ്ഞ ആഴ്ച എന്നോട് വ്യക്തമായി ദൈവം പറഞ്ഞു, 2 മഴയും പെയ്യും. പ്രൈസ് ഗോഡ്. അതിനിടയ്ക്ക് ഒരു തീമഴ പെയ്യാഞ്ഞാൽ മതിയായിരുന്നു. മനസ്സിലായി? നോക്കയുടെ കാലത്ത് മഴയ്ക്ക് ഒരു സമാധാനമുണ്ട്. ലാസ്റ്റ് വെള്ളം കുടിച്ച് ആവാൻ. തീമഴ പെയ്ത് എന്തോ ചെയ്യും? ഏലിയാവിൻ്റെ കാലത്തെ മഴ ധാന്യം വിളയിച്ചു, ദേശത്ത് ക്ഷാമം. നോക്കയുടെ കാലത്തെ മഴ പ്രൈസ് ഗോഡ് ജനത്തെ നശിപ്പിച്ചു. ഒരു കാര്യം മനസ്സിലാക്കണം, നോഹയുടെ കാലത്ത് മരിച്ചവരാരാണ്? ലോത്തിന്റെ കാലത്ത് നഷ്ടം വന്നത് ആർക്കാണ്? നോഹയുടെ കാലത്ത് മരിച്ചുപോയത് ദൈവവചനത്തെ അനുസരിക്കാത്തവർ, ശ്രദ്ധിക്കാത്തവർ. വേദശാസ്ത്രന്മാർ പറയുന്നത് 120 കൊല്ലം പെട്ടകം തുറന്നിരുന്നു പറഞ്ഞു. എനിക്കറിയത്തില്ല. ഏതായാലും പെട്ടകം തുറന്ന് വച്ചുകൊണ്ട് സകല മാനവജാതിയെയും വിളിച്ചു. മൃഗങ്ങൾ കയറി, പക്ഷികൾ കയറി, പല്ലിയും പാറ്റയും പുഴുവും കയറി. മനുഷ്യൻ കയറിയില്ല. ഒടുക്കം എനിക്ക് തോന്നുന്നു പെട്ടകം ഉണ്ടാക്കിയതല്ലേ എന്ന് വിചാരിച്ച് ദൈവത്തിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് വേദനയോടെ നോഹയും കുടുംബവും കയറി. നോഹയും കുടുംബവും കയറുമ്പോൾ പ്രൈസ് ഗോഡ് അവിടെ ഒരു കാര്യം വായിക്കുന്നുണ്ട്. യഹോവ വാതിൽ അടച്ചു. നോഹയല്ല. നോഹ ഉണ്ടാക്കിയ പെട്ടകത്തിൻ്റെ വാതിലടച്ചത് നോഹയല്ല, യഹോവ വാതിലടച്ചു. ദൈവമക്കളെ, നമുക്ക് മുമ്പിൽ വാതിലുകൾ അടയുന്നൊരു ദിവസമുണ്ട്. ദൈവം വാതിലുകൾ അടയ്ക്കുന്നൊരു ദിവസമുണ്ട്. എൻ്റെയും നിൻ്റെയും മുമ്പിൽ ദൈവം വാതിലുകൾ അടയ്ക്കുന്നൊരു ദിവസമുണ്ട്. ആ വാതിൽ അടയുമ്പോൾ ആമേൻ ഹല്ലേലൂയ 2 കൂട്ടരുണ്ട്. ഒന്ന് അടച്ച വാതിലിന് അകത്തിരിക്കുന്നവർ, 2 അടഞ്ഞ വാതിലിന് പുറത്തിരിക്കുന്നവർ. നീ അടച്ച വാതിലിന്റെ അകത്ത് കയറി ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി സ്തോത്രം ചെയ്തവനെ ആരാധിക്കാമോ? അടഞ്ഞ വാതിലിന്റെ അകത്തായിരിക്കും ഞാൻ, അടഞ്ഞ വാതിലിന്റെ അകത്തായിരിക്കും ഞാൻ, അടഞ്ഞ വാതിലിന്റെ അകത്തായിരിക്കും ഞാൻ. കൃപയുടെ വാതിൽ അടയുന്നതിന് മുമ്പ്, കൃപയുടെ വാതിൽ അടയുന്നതിന് മുമ്പ്, കൃപയുടെ വാതിൽ അടയുന്നു. എന്തോ കൃപയുടെ വാതില്? ഞാൻ മനസ്സിലാക്കിയ വാതിൽ പറയാം. കൃപയുടെ വാതിൽ എന്താണെന്ന്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കർത്താവായ യേശുക്രിസ്തുവിനെ ഗോൽഗോഥാ മലയിൽ പ്രൈസ് ഗോഡ് തൂക്കുന്നതിന് മുമ്പ് അവൻ്റെ ഇടത്തും വലത്തും തൂക്കാൻ വചനമറിഞ്ഞിട്ടല്ല, അധർമ്മികളുടെ കൂട്ടത്തിൽ അവനെ എണ്ണി എന്ന വചനം നിവർത്തിയാകുമെന്ന് വിചാരിച്ചിട്ടല്ല. പ്രൈസ് ഗോഡ്. ഹാലിൽ ആര് പറഞ്ഞിട്ടാണെന്ന് എഴുതിയിട്ടില്ല. മനസ്സിലായോ? പീലാത്തോസ് പറഞ്ഞതായിട്ട് എഴുതിയിട്ടില്ല. അഹൗരവന്മാർ ആവശ്യപ്പെട്ടതായി എഴുതിയിട്ടില്ല. റോമൻ നിയമം അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ദൈവവചനം പറയുന്നു അധർമ്മികളുടെ കൂട്ടത്തിൽ അവനെ എണ്ണണം. അതിനുവേണ്ടി മാത്രമായിരിക്കാം. എന്തായാലും വേണ്ടുകയില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഇടത്തും വലത്തും അന്നത്തെ ഏറ്റവും 2 കൊടിയ കുറ്റവാളികളെ ക്രൂശിച്ചു. അന്നത്തെ ഏറ്റവും വലിയ 2 കൊടിയ കൊടും ക്രൂരന്മാരായ കൊടും ഭീകരൻ എന്നൊക്കെ പറയത്തില്ലേ, അവരെ ക്രൂശിച്ചു. ഞാൻ ചോദിക്കട്ടെ, അന്ന് രാത്രി പ്രൈസ് ഗോഡ് ഇവരുടെ അന്ത്യരാത്രിയാണ്. ഇനി അവർ ലോകം കാണത്തില്ല, അവിടെ വെച്ച് തീരുക. നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? അതിലൊരുത്തൻ പറുദീസയിലിരിക്കുന്നത്. ഇതാണ് കൃപ, ഇതാണ് ദൈവ സ്നേഹം. ഹല്ലേലൂയ. അവസാന നിമിഷത്തിലായാലും ഏറ്റുപറയാൻ താല്പര്യമുള്ള ഒരുവനെ ഉപേക്ഷിക്കാതെ കൈക്കൊള്ളാൻ കഴിവുള്ള ദൈവകൃപ നീ വൃഥാവാക്കല്ലേ, നീ വൃഥാവാക്കല്ലേ. അത് ദൈവത്തിന്റെ പരിപാടിയാണ്.
പ്രൈസ് ഗോഡ്, ഇതെനിക്കറിയാം. ലോകം പ്രൈസ് ഗോഡ് ഹല്ലേലൂയ കൊലപാതകികളെന്ന് പറഞ്ഞ്, കൊള്ളക്കാരെന്ന് പറഞ്ഞ്, കള്ളന്മാരെന്ന് പറഞ്ഞ് തൂക്കിയ രണ്ടുപേരിൽ ഒരുത്തനെ എൻ്റെ കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോയ യേശു, ഹല്ലേലൂയ, മരണത്തിന്റെ അവസാന നിമിഷത്തിൽ പോലും, തന്റെ അവസാന തുള്ളി രക്തം വാർന്നു പോകുന്ന നിമിഷത്തിൽ പോലും, മുൾമുടിധാരിയായി 5 മുറിവുകൾ ഏറ്റവനായി പ്രൈസ് ഗോഡ് ക്രൂശിൽ കിടന്ന് പിടയുന്ന നിമിഷത്തിൽ പോലും, ഇന്ന് നീ എന്നോടുകൂടെ പർദീസായിൽ ഇരിക്കുമെന്നൊരു കള്ളനോട് പറയത്തക്കവണ്ണം മാനസാന്തരത്തിന് വിലയുണ്ടെങ്കിൽ പ്രൈസ് ഗോഡ് അത് ദൈവത്തിന്റെ പരിപാടിയാണ്, പരിശുദ്ധാത്മാവിന്റെ പരിപാടിയാണ്. അത് ദൈവം ചെയ്യട്ടെ. ദൈവത്തിന് നിന്നോടുള്ള പ്രവൃത്തി നല്ലതാണെങ്കിൽ സ്തോത്രം ചെയ്യ്. എന്നോടുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി നല്ലതാണ്. ഒരു മനസാക്ഷി കുത്തുമില്ല. എത്ര പേർക്ക് പറയാൻ സാധിക്കും എന്നോട് ദൈവത്തിൻ്റെ പ്രവൃത്തി നല്ലതാണ്? ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ്സ് ബട്ട് ബൈ ഗ്രേസ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പം ദൈവത്തിൻ്റെ പ്രവൃത്തി, ഹല്ലേലൂയ. ഇനി രണ്ടാമത് നമ്മൾ വായിക്കുന്നു, ലോത്തിന്റെ കാലത്ത് ലോത്തിന്റെ ഭാര്യയും മക്കളും ദൈവത്തിൻ്റെ വിശ്വസ്തത. ആമേൻ. അവരെ കല്യാണം കഴിക്കാനുള്ളവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞതെന്നറിയാമോ? അപ്പച്ചൻ തമാശ പറയുന്നവർക്ക് തോന്നും. ഒരു കൂട്ടർക്ക് തമാശ തോന്നും, ഒരു കൂട്ടർക്ക് പ്രൈസ് ഗോഡ് ശരിയല്ലെന്ന് തോന്നും. നിനക്കെന്ത് തോന്നുന്നു? നീ അടച്ച വാതിലിനകത്താണ്, സ്വതം വിട്ട് ഓടുന്നവരുടെ കൂട്ടത്തിലാണ് ആണെങ്കിൽ രക്ഷപ്പെടും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പം 3 നന്മകൾ കഴിഞ്ഞുണ്ട്. ദൈവമേ, നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷം. അതുകൊണ്ടാണ് ദൈവത്തെ വർണ്ണിക്കുന്നത്, സ്തുതിക്കുന്നത്, കീർത്തിക്കുന്നത് നല്ലത്. ഞാൻ നിന്റെ പ്രവൃത്തികളെ കുറിച്ച് 4-ാം വാക്യം, യഹോവേ, നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. ഞാൻ നിന്റെ കൈകളുടെ പ്രവൃത്തികളെ കുറിച്ച് ഘോഷിച്ചുല്ലസിക്കുന്നു. രണ്ടാമത്തെ കാരണം നിന്റെ കൈകളുടെ പ്രവൃത്തിയെ കുറിച്ച് ഘോഷിച്ചുല്ലസിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അടുത്തത്, യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു. നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു. അടുത്തത്, നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഇനി ദൈവത്തിന്റെ 7 പ്രവൃത്തികൾ നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും ഉള്ളത് വായിച്ച് പ്രൈസ് ഗോഡ് നമുക്ക് മുമ്പോട്ട് പോകാം. 10-ാം വാക്യം, എങ്കിലും എന്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും. ഒന്നാമത്തെ ദൈവത്തിന്റെ പദ്ധതി, നിന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും. പ്രൈസ് ഗോഡ്. കഴിഞ്ഞ നാളുകളിൽ കുനിഞ്ഞു കിടന്ന സ്ഥാനത്ത് നിന്ന് അല്പമെങ്കിലും, ഒരു 10 സെന്റിമീറ്ററെങ്കിലും എൻ്റെ ദൈവം എൻ്റെ തല ഉയർത്തിയിടുന്ന ഉറപ്പുള്ളവർക്കാരും ഉയർത്തി സ്തോത്രം ചെയ്യാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇനി അടുത്തത്, പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു. രണ്ടാമത്തെ ദൈവത്തിന്റെ നിന്നോടുള്ള പ്രവൃത്തി, പുതിയ എണ്ണ നിന്നെ തേപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ഇന്നും ഒരു പുത്തൻ അഭിഷേകം കൊണ്ട് നിന്നെയും എന്നെ നിറയ്ക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കഴിയും. ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലം ആ ഒരു പുത്തൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു സ്തോത്രം ചെയ്യാം. ആ അഭിഷേകത്തിന്റെ ശക്തി നുകങ്ങളെ തകർക്കുന്നതാണ്, അത് കയറുകളെ പൊട്ടിക്കുന്നതാണ്. ബിക്കോസ് ഓഫ് ദ പവർ ഓഫ് ദ അനോയിന്റിംഗ് ദ യോക്ക് ഷാൽ ബി ഡിസ്ട്രോയ്ഡ്. അഭിഷേകത്തിന്റെ ശക്തി നിമിത്തം നുകം തകർന്നു പോകും. ഇന്ന് പകൽക്കാലം ശത്രു നിന്റെ മേൽ വച്ചിട്ടുള്ള നുകങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തിന്റെ ശക്തിയാൽ തകർന്നു പോകും. അഭിഷേകത്തിന്റെ ശക്തി, പുതുക്കത്തിന്റെ ശക്തി. ദൈവം എനിക്ക് വേണ്ടി ചെയ്യുന്ന 3-ാമത്തെ പ്രവൃത്തി, ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. 11-ാം വാക്യം, എന്റെ കണ്ണ് എന്റെ ശത്രുക്കളെ കണ്ടും എന്റെ ചെവി എന്നോട് എതിർക്കുന്ന ദുഷ്കർമ്മികളെ കുറിച്ച് കേട്ടും രസിക്കും. പ്രൈസ് ഗോഡ്. അത് പ്രവൃത്തിയല്ല, അത് അഭിഷേകം പ്രാപിച്ചവന് കാണാൻ കഴിയുന്ന റിസൾട്ടാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രവൃത്തി വായിക്കാം. 12, നീതിമാൻ പന പോലെ തഴയ്ക്കും. നീതിമാൻ പന പോലെ തഴയ്ക്കും. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ആമേൻ, ഹല്ലേലൂയ. ക്ഷീണിച്ച് നിൽക്കുന്ന പന വല്ലയിടത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ പന നിൽക്കുന്നത് എവിടാ? വെള്ളമില്ലാത്ത. നിന്നെ നിർത്തിയിരിക്കുന്നത് വെള്ളമില്ലാത്ത സ്ഥലത്താണെങ്കിലും, നിനക്ക് വലിച്ചെടുക്കാൻ ഒന്നുമില്ലെങ്കിലും, നിന്നെ പന പോലെ വളർത്തി തളർത്തി തകർത്ത് ഹല്ലേലൂയ ഉയർത്തി നിർത്താൻ കഴിവുള്ള ദൈവകൃപയ്ക്കോ ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. പാലക്കാട്ടൊക്കെ ചെന്ന് നോക്കി, എത്ര ദൂരം നോക്കിയാലും പന കാണും. നിന്നെ വളർത്തി ദൂരത്ത് നിന്ന് കാണത്തക്കവണ്ണം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ലെബാനോനിലെ ദേവദാരു പോലെ വളരും. 4-ാമത്തെ വിഷയം, ലെബാനോനിലെ ദേവദാരു പോലെ വളരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പന അക്കാലത്തും പണിക്ക് ഉപയോഗിക്കത്തില്ല. ദേവദാരു, പ്രൈസ് ഗോഡ്, ആലയം പണിതപ്പോൾ ദേവദാരു കൊണ്ട് മച്ചിട്ടു. ഇന്ന് പകല് പ്രൈസ് ഗോഡ് എന്നെ ഈ വെളിമ്പ്രദേശത്ത് നിന്ന് ദൈവത്തിൻ്റെ പണിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുമെന്ന് ഉറപ്പുള്ളവർക്ക് സ്തോത്രം ചെയ്യാം.
അതിനെന്ത് ചെയ്യണം? ലെബാനോനിലെ ദേവദാരു പോലെ നീ വളരണം. നിന്നെ വളർത്തുന്ന ദൈവമുണ്ട്, നിന്നെ വളർത്തുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. ദൈവമത്രേ വളരുമാറാക്കുന്നത്. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കുന്നത്. എന്നെ വളരുമാറാക്കുന്നത് ദൈവമാണെന്ന് ഉറപ്പുള്ളവർക്ക് സ്തോത്രം ചെയ്യാം. നിന്നെ ദൈവം ലെബാനോനിലെ ദേവദാരുവിനെ പോലെ വളർത്തട്ടെ. പ്രൈസ് ഗോഡ്. ആറാമത്തെ വിഷയം, അഞ്ചാമത്തെ വിഷയം യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. ഈ വളരെയും തഴയ്ക്കുകയും ചെയ്യുന്നത് ആരാന്നറിയാമോ? യഹോവയുടെ പ്രാകാരങ്ങളിൽ നടുതലയായവർ. പ്രൈസ് ഗോഡ്. ഞാൻ പടുമുളയല്ല, എന്നെ നട്ടതാണെന്ന് എത്ര പേർക്കറിയാം? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കാട്ടൊലിവായിരുന്ന എന്നെ വെട്ടി നാട്ടൊലിവിനോട് ചേർത്ത് ബന്ധിച്ചതാണെന്ന് പൗലോസ് പറയുമ്പോൾ അത് എന്നെക്കുറിച്ചാണെന്ന് എത്ര പേർക്കറിയാം? കാട്ടൊലിവായിരുന്ന എന്നെ വെട്ടിയെടുത്ത് നല്ല ഒലിവിനോട് ചേർത്ത് ഇണച്ചത് കൊണ്ട് നല്ല ഒലിവിൻ്റെ ഫലം പുറപ്പെടുവിക്കത്തക്കവണ്ണം എന്നെ മാറ്റിയെന്ന് വിശ്വസിക്കുന്ന ഒരു കരമുയർത്തി സ്തോത്രം ആരാധിക്കാമോ? കാട്ടൊലിവിൻ ശാഖയായിരുന്ന എന്നിൽ നല്ല ഫലം നിറപ്പാൻ. കാട്ടൊലിവിൻ ശാഖയായിരുന്ന എന്നിൽ നല്ല ഫലം നിറപ്പാൻ അവൻ വെട്ടിയിടച്ചല്ലേ നല്ലൊലിവിൻ തരു ഉടതു ചിന്തിച്ചെന്നും അവൻ വെട്ടിയിടച്ചല്ലേ നല്ലൊലിവിൻ തരു ഉടതു ചിന്തിച്ചെന്നും പറഞ്ഞാനേശുവിനു ജീവൻ പോളം നന്ദിയോടെ, ജീവൻ പോളം നന്ദിയോടെ സ്വന്ത ജനമായ യൂദന്മാരെ തള്ളി അന്ധതയിൽ കിടന്ന സ്വന്ത ജനമായ യൂദന്മാരെ തള്ളി അന്ധതയിൽ കിടന്ന സന്താപത്തോടുള്ള വീടും ജാതി സന്തതിയെ വീണ്ടോരേ സന്താപത്തോടുള്ള വീടും പുറജാതി സന്തതിയെ വീണ്ടോരേ പടഞ്ഞാനേശുവിനു ജീവൻ പോളം നന്ദിയോടെ, ജീവൻ പോളം നന്ദിയോടെ. ഇന്ന് പകല് കാട്ടൊലിവായിരുന്ന എന്നെ നാട്ടൊലിവിനോട് ചേർന്ന് ഒട്ടിച്ചതുകൊണ്ട് മാത്രം നല്ലൊലിവിൻ്റെ ഫലപ്രദമായ വേരിന് എന്നെ അവകാശിയാക്കി. അതുകൊണ്ട് നന്ദിയോടെ എൻ്റെ ജീവൻ പോകുന്നത് വരെ ഞാൻ ദൈവത്തിന് പാടുമെന്ന് ഉറപ്പുള്ളവർ ഒരു സ്തോത്രം ചെയ്യാമോ? നാട്ടൊലിവോട് ചേർത്ത് അതിൻ്റെ ഫലപ്രദമായ പേരിന് അവകാശിയാക്കുക. കാട്ടൊലിവായിരുന്ന നിന്റെ ഇവനെ വെട്ടിയെടുത്തൊട്ടിച്ച ദൈവ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യാം. ഇനി 14-ാം വാക്യം. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. വാർദ്ധക്യത്തിലും ഫലം. ദൈവത്തെ അന്വേഷിക്കുന്നവന് ജീവകാലം മുഴുവൻ ഫലം കായ്ക്കാം. ജീവകാലം മുഴുവൻ ഫലം കായ്ക്കാം. പ്രായവ്യത്യാസമില്ല. പെൻഷൻ കിട്ടാത്തൊരു ഫീൽഡ് ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വേലയിൽ ദൈവത്തിൻ്റെ വയൽ പ്രദേശമാണെന്ന്, ദൈവത്തിൻ്റെ മുമ്പിലാണെന്ന് മനസ്സിലാക്കി ഒരു സ്തോത്രം ചെയ്യ്. ബാക്കി സകല ജോലിക്കും പെൻഷൻ കിട്ടുമ്പോൾ അവസാനത്തെ ശ്വാസം തീരുന്നത് വരെ ദൈവത്തെ സേവിക്കാൻ നിന്നെ വിളിച്ച് വേർതിരിച്ചിട്ടുള്ള ദൈവകൃപയെ ഓർത്ത് സ്തോത്രം ചെയ്ത് ആരാധിക്കാമോ? ആ ദൈവത്തെ ആരാധിക്കാൻ അടുത്ത വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും. അവർ പുഷ്ടി വെച്ച് പച്ച പിടിച്ചും ഇരിക്കും. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? 15-ാം വാക്യം. യഹോവ നേരുള്ളവൻ,
അവൻ എൻ്റെ പാറ, അവനിൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ. ദൈവത്തിൽ നീതികേടില്ലെന്ന് കാണിക്കാനാ, ദൈവം നീതിമാനെന്ന് കാണിക്കാനാ, അവൻ എൻ്റെ പാറയാണെന്ന് കാണിക്കാനാ. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ദൈവം ഇത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നത് സ്തോത്രം ചെയ്യാം. ഇനി 7 പ്രവൃത്തി എനിക്ക് വേണ്ടി ചെയ്യുമ്പം, അകത്ത് ചെയ്യുമ്പോൾ പുറത്തൊരു പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തി ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 9-ാം വാക്യമാണ്. യഹോവേ, ഇതാ നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു, നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും ചിതറിപ്പോകും. പ്രൈസ് ഗോഡ്. നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും ചിതറിപ്പോകും, ശത്രുക്കൾ നശിച്ചു പോകും. എനിക്ക് വേണ്ടി ദൈവം 7 കാര്യം ചെയ്യും എന്ന് പറഞ്ഞാൽ, ദൈവം പുറത്ത്, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വലിയവ, അഗാധമായത്, വർണ്ണിക്കാൻ തീരാത്തത്. അത് പുറത്ത് ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ അകത്ത് 7 കാര്യം ചെയ്യും. കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ നിന്നെ ഉയർത്തി, പ്രൈസ് ഗോഡ്, തങ്ങൾ നീതികേടില്ല, അവൻ നിൻ്റെ പാറയെന്ന് കാണിക്കേണ്ടതിന്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും നിൻ്റെ കൂടെ ഇരുന്ന് നടത്തും ദൈവം. ഈ ദൈവത്തെ സേവിക്കും മാനിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി സ്തോത്രം ചെയ്യാമോ? യാത്ര ചെയ്യും ഞാൻ ക്രൂശ് നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, ശ്വാസം തീരുമാനത്തോടെ പാടാം. ജീവൻ വച്ചിടും സമർപ്പണത്തോടെ ശ്വാസം വരെയും പൂർവ പിതാക്കള അപ്പോസ്തലർ ദൂരവേ ദർശിച്ച് ഭാഗ്യദേശം, പൂർവ പിതാക്കള അപ്പോസ്തലർ ദൂരവേ ദർശിച്ച് ഭാഗ്യദേശം, ആകയാൽ ഛേദമെന്നെണ്ണി ലാഭം, അന്യരെന്നെണ്ണി ലോകമതിൽ, ആകയാൽ ഛേദമെന്നെണ്ണി ലാഭം, അന്യരെന്നെണ്ണി ലോകമതിൽ, യാത്ര ചെയ്യോ ക്രൂശെ നോക്കി. ശ്വാസം ജീവന് യേശുവിൽ അർപ്പിച്ചിട്ട്, ജീവൻ യേശുവിൽ അക്കരെ നാട്ടിടുമ്പോൾ, ജീവന് യേശുവിൽ അർപ്പിച്ചിട്ട്, അക്കരെ നാട്ടിൽ എത്തിടുമ്പോൾ, പാടുകിൽ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിടും ഞാൻ, ശുദ്ധ പാടുകിൽ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിടും ഞാൻ, യാത്ര ചെയ്യും നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി, അന്യശ്വാസം വരെയും
പതിനെട്ട്